कुंज बिहारी। जय राधा माधवा, जय कुंज बिहारी। जय गोपी जन वल्लभा, जय गिरिवरधारी। गोपी जन वल्लभा, जय गिरिवरधारी। गिरिवरधारी। जय यशोदनंदन व्रज जन रंजन। यशोदनंदन व्रज जन रंजन। यशोदनंदन व्रज जन रंजन। यशोदनंदन व्रज जन रंजन। यमुना तीरा वनचारी। यमुना तीरा वनचारी। जय राधा माधवा, जय कुंज बिहारी। जय राधा माधवा, जय कुंज बिहारी। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा 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 हरे हरे, हरे राम
Rama Rama Hare Hare. Hare Krishna, Krishna Krishna Hare Hare, Hare Rama, Rama Rama Hare Hare. Jaya Radha Madan Mohan Radha Madan Mohan Radhe. Jaya Radha Madan Mohan Radha Madan Mohan Radhe. Jaya Radha Madan Mohan Radha Madan Mohan Radhe. Jaya Jagannatha Jaya Jagannatha Baladeva Jaya Subhadramari. Jaya Jagannatha Jaya Jagannatha Baladeva Jaya Subhadramari. Jaya Lakshmi Narsimha Jaya Lakshmi Narsimha Lakshmi Narsimha Jaya Lakshmi Narsimha. Jaya Prahlad Narsimha Jaya Prahlad Narsimha Prahlad Narsimha Jaya Prahlad Narsimha. Jaya Panchatattva Jaya Panchatattva Panchatattva Jaya Panchatattva. Jaya Gauranitai Jaya Gauranitai Gauranitai Jaya Gauranitai. Jaya Gauranitai Jaya Gauranitai Gauranitai Jaya Gauranitai. Jaya Jaya Prabhupada 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 Jaya Jaya Prabhupada 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 Jaya Jaya Prabhupada 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 Jaya Jaya Prabhupada. Jaya Jaya Prabhupada 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 Jaya Jaya Prabhupada Prabhupada Prabhupada. Nitai Gaura Hari Bol Hari Bol Hari Bol Nitai Gaura Hari Bol.
नित्य गौर हरि बोल, हरि बोल, हरि बोल, नित्य गौर हरि बोल, नित्य गौर हरि बोल, हरि बोल, हरि बोल, नित्य गौर हरि बोल, हरि बोल, हरि बोल. नित्य गौर प्रेमानंदे हरि हरि बोल. जगत गुरु शिल प्रभुपाद की, श्रीमद् भगवद गीता की. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭഗവത്ഗീത 18-ാമത്തെ അധ്യായം 17-ാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ ഡിവോട്ടീസ് മുന്നോട്ട് നീങ്ങിയിരിക്കാം. ഒരുപാട് നാളത്തേക്ക് ശേഷം പ്രസാദ് പ്രഭുവിന്റെ കാരുണ്യം കൊണ്ട് ഞാൻ ഇന്ന് ചെറിയൊരു സേവ, വലിയ സേവയാണ്, എന്റെ ഭാഗത്തും ചെറിയ ശ്രമം ഉണ്ടായിട്ടുള്ളൂ. ശ്രമിക്കണം. അപ്പോ അതിന് പ്രഭുവിനും എല്ലാ ഭക്തർക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഹരേ കൃഷ്ണ. ഭഗവത്ഗീത 18-17 ശ്ലോകം ചൊല്ലാം. അപ്പോ ഭഗവത്ഗീത ഉണ്ടോ എല്ലാവരുടെ അടുത്തും? ഇല്ലെങ്കിൽ ഫോണിലാണെങ്കിലും ശ്ലോകം വായിക്കാൻ അഡ്രസ്. ഒരു തവണ ചൊല്ലാം, 3 തവണ ഞാൻ ചൊല്ലാം, അതിനുശേഷം ഡിവോട്ടീസിനെ മാറി മാറി ചൊല്ലാം. യസ്യ നാഹം കൃതോ ഭാവോ ബുദ്ധിർയസ്യ ന ലിപ്യതേ ഹത്വാപി സ ഇമാൻ ലോകാൻ ഹന്തി ന നിബധ്യതേ. യസ്യ നാഹം കൃതോ ഭാവോ ബുദ്ധിർയസ്യ ന ലിപ്യതേ ഹത്വാപി സ ഇമാൻ ലോകാൻ ഹന്തി ന നിബധ്യതേ. യസ്യ നാഹം കൃതോ ഭാവോ ബുദ്ധിർയസ്യ ന ലിപ്യതേ ഹത്വാപി സ ഇമാൻ ലോകാൻ ഹന്തി ന നിബധ്യതേ. യസ്യാനാഹം കൃതോ ഭാവോ ബുദ്ധിർയസ്യ ന ലിപ്യതേ ഹത്വാപി സ ഇമാൻ ലോകാൻ ഹന്തി ന നിബധ്യതേ. യസ്യാനാഹം കൃതോ ഭാവോ ബുദ്ധിർയസ്യ ന ലിപ്യതേ ഹത്വാപി സ ഇമാൻ ലോകാൻ ഹന്തി ന നിബധ്യതേ. ഭാവോ ബുദ്ധിർയസ്യ ന ലിപ്യതേ ഹത്വാപി സ ഇമാൻ ലോകാൻ ഹന്തി ന നിബധ്യതേ. യസ്യ നാഹം കൃതോ ഭാവോ ബുദ്ധിർയസ്യ ന ലിപ്യതേ ഹത്വാപി സ ഇമാൻ ലോകാൻ ന ഹന്തി ന നിബധ്യതേ. യസ്യ നാഹം കൃതോ ഭാവോ ബുദ്ധിർയസ്യ ന ലിപ്യതേ ഹത്വാപി സ ഇമാൻ ലോകാൻ ന ഹന്തി ന നിബധ്യതേ.
यस्य नाहं कृतो भावो बुद्धिर्यस्य न लिप्यते हत्वा पिता इमान् लोकान् नास्ति न निबध्यते. हरे कृष्ण. ഒരു വാക്കായിട്ട് നമുക്ക് നോക്കാം. യസ്യ യാതൊരുവന് അഹംകൃതഃ അഹംകൃതമായ ഭാവം ന ഇല്ല. യസ്യ യാതൊരുവന്റെ ബുദ്ധി ന ലിപ്യത്തെ ആസക്തമാകുന്നില്ല. സ അദ്ദേഹം ഇമാൻ ലോകാൻ ഈ ലോകങ്ങളെ ഹത്വാ അപി ഹനിച്ചാലും നഹന്തി വാസ്തവത്തിൽ ഹനിക്കുന്നില്ല. ന നിബധ്യത്തെ ഫലത്തിൽ ബദ്ധനാകുന്നില്ല. മിഥ്യാഹങ്കാരത്താൽ പ്രേരിതനല്ലാതെയും അനാസക്തമായ ബുദ്ധിയോടുകൂടിയും ഒരാൾ നരഹത്യയിൽ ഏർപ്പെട്ടാലും ഹിംസകൻ അല്ല. താൻ ചെയ്യുന്ന കർമ്മങ്ങൾ അയാളെ ബന്ധിക്കുന്നില്ല. ട്രാൻസ്ലേഷൻ ഒന്നുകൂടെ വായിക്കാം. മിഥ്യാഹങ്കാരത്താൽ പ്രേരിതനല്ലാതെയും അനാസക്തമായ ബുദ്ധിയോടുകൂടിയും ഒരാൾ നരഹത്യയിൽ ഏർപ്പെട്ടാലും ഹിംസകനല്ല. താൻ ചെയ്യുന്ന കർമ്മങ്ങൾ അയാളെ ബന്ധിക്കുന്നില്ല. ഭാവാർത്ഥം ബൈ ജഗദ്ഗുരു ശില പ്രഭുപാദിക്ക് ജയ്. പൊരുതാതെ കഴിക്കണമെന്ന ആഗ്രഹം മിഥ്യാഹങ്കാര പ്രേരിതമാണെന്ന് ഭഗവാൻ അർജുനനെ ഈ ശ്ലോകത്തിലൂടെ ഗ്രഹിപ്പിക്കുന്നു. താനാണ് കർത്താവെന്ന് അർജുനന് വിചാരമുണ്ട്. ഉള്ളിലും പുറത്തും കർമ്മത്തിന് പ്രേരണ നൽകുന്നത് മതിയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയില്ല. അങ്ങനെ പരമമായ ഒരു നിർദ്ദേശമുണ്ടെന്നറിയാത്ത നിലയിൽ എന്തിനു വേണ്ടി കർമ്മം ചെയ്യണം, കർമ്മോപകരണങ്ങൾ ഏതെല്ലാമെന്നും കർത്താവ് താൻ തന്നെ എന്നും പരമാനുമതി നൽകുന്നത് സർവേശ്വരനാണെന്നും അറിവുള്ളവൻ ഏതു പ്രവൃത്തിയും മികച്ച നിലയിൽ നിർവഹിക്കും. അയാൾക്ക് ഒരിക്കലും വ്യാമോഹം ഉണ്ടാവുകയില്ല. വ്യക്തിപരമായ പ്രവൃത്തിയും ഉത്തരവാദിത്വവും മിഥ്യാഹങ്കാരത്തിൽ നിന്നും നിരീശ്വരത അഥവാ കൃഷ്ണാവബോധമല്ലായ്മയിൽ നിന്നും ഉടലെടുക്കുന്നു. പരമപുരുഷന്റെയോ പരമാത്മാവിന്റെയോ നിർദ്ദേശമനുസരിച്ച് കൃഷ്ണാബോധത്തോടെ പ്രവർത്തിക്കുന്നവർ ഹിംസ ചെയ്താലും ഹിംസകനല്ല. അയാൾക്ക് ഹിംസയുടെ പ്രതികരണം അനുഭവപ്പെടുകയുമില്ല. മേലുദ്യോഗസ്ഥന്റെ കൽപ്പന പ്രകാരം മനുഷ്യരെ കൊല്ലുന്ന ഭടന്മാരിൽ കൊലക്കുറ്റം ചുമത്താറില്ലല്ലോ, അവർ ശിക്ഷിക്കപ്പെടാറില്ല താനും. പക്ഷേ സ്വേച്ഛാപ്രകാരം നടത്തുന്നതാണ് ഈ വധമെങ്കിൽ തീർച്ചയായും കോടതി അയാളെ ശിക്ഷിക്കും. इस दिवान ग्रेस भक्ति वेदांत स्वामी श्रील प्रभुपाद की जय. ओम नमो भगवते वासुदेवाय. ओम नमो भगवते वासुदेवाय. ओम नमो भगवते वासुदेवाय. नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्. नष्टप्रायेषु अभद्रेषु नित्यं भागवत सेवया भगवतेरुत्तमश्लोके भक्तिर्भवति नैष्टिकी. मुखं करोति वाचालं पङ्गुं लङ्कायते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं श्रीपरमानन्दमाधवं श्रीचैतन्यमीश्वरं. हरि ओं तत्सत्. नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने. नमस्ते सारस्वते देवे गौरवाणी प्रचारिणी विशेष शून्यवादी पाश्चात्य देशधारिणी. जय श्री कृष्णा चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्त वृंद. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे.
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. അപ്പൊ ഇതില് പ്രഭുപാദ് പറയുന്ന ട്രാൻസ്ലേഷൻ, മിഥ്യാഹങ്കാരത്താൽ പ്രേരിതനല്ലാതെയും അനാസക്തമായ ബുദ്ധിയോടുകൂടിയും ഒരാൾ നരഹത്യയിൽ ഏർപ്പെട്ടാലും ഹിംസകനല്ല. താൻ ചെയ്യുന്ന കർമ്മങ്ങൾ അയാളെ ബന്ധിക്കുന്നില്ല. ഇതില് ഒരു വ്യക്തിക്ക്, ഒരു ജീവാത്മാവിന് രണ്ട് ഈഗോ ഉണ്ടാകാം. അതായത് ഒന്ന് റിയൽ ഈഗോ, പിന്നെ ഒന്ന് ഫോൾസ് ഈഗോ, മിഥ്യാഹങ്കാരം. അപ്പൊ മിഥ്യാഹങ്കാരത്തിൽ നിന്നുള്ള കർമ്മങ്ങള് നമ്മളെ ബന്ധനസ്ഥനാക്കും. ഭൗതിക ലോകത്തിൽ നമ്മൾ ചെയ്യുന്ന പല കർമ്മങ്ങളും മിഥ്യാഹങ്കാരത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ, അത് ഭൗതിക കർമ്മങ്ങളായാലും ശരി, ഭക്തിയിലുള്ള കർമ്മങ്ങളായാലും ശരി, നമ്മൾ മിഥ്യാഹങ്കാരത്തിന്റെ തലത്തിലാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളത് ബന്ധനസ്ഥരാക്കും. അപ്പോ നമുക്ക് വേണ്ടത് മിഥ്യാഹങ്കാരത്തിൽ അല്ലാത്ത ബുദ്ധിയോടുകൂടിയ, അനാസക്തമായ ബുദ്ധിയോടുകൂടിയും ആയിട്ടുള്ള പ്രവൃത്തിയാണ് കൃഷ്ണാനുഭവത്തിലുള്ള പ്രവൃത്തികൾ. അതായത് നമ്മൾ ചെയ്യുന്ന എന്ത് കർമ്മവും ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച്, ഭഗവാന്റെ ഇച്ഛയാണ് പരമമായിട്ടുള്ള ഇച്ഛ. അപ്പൊ കൃഷ്ണന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഒരുവൻ അവന്റെ കർമ്മവും ജ്ഞാനവും അതിലേർപ്പെടുകയാണെങ്കിൽ അവന് ഒരിക്കലും ബന്ധനസ്ഥനാകില്ല. വിശേഷിച്ച് പ്രഭുപാദർ ഈ ഒരു ശ്ലോകം പറയുന്നത് വളരെ സർക്കംസ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഒരു ശ്ലോകമാണ്. അതായത് യുദ്ധഭൂമിയിൽ അർജുനൻ യുദ്ധത്തിന് അഭിമുഖീകരിച്ച് നിൽക്കുന്ന സമയത്താണ് ഇത് ഭഗവത്ഗീത ഉപദേശം നൽകുന്നത്. അപ്പൊ ഇതിൽ പ്രത്യേകിച്ച് ആ ഒരു സിറ്റുവേഷനിൽ അർജുനൻ ചോദിക്കുന്ന ചോദ്യത്തിനാണ് ഭഗവാൻ ഉത്തരം കൊടുക്കുന്നത്. അപ്പൊ അവിടെ അർജുനൻ യുദ്ധം ചെയ്യില്ല എന്ന് ഒരു തീരുമാനമാണ് അദ്ദേഹം എടുക്കുന്നത്. അർജുനൻ മഹാഭക്തനാണ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഈ ഗീതോപദേശം, നമുക്ക് എല്ലാവർക്കും വരും കാലങ്ങളിൽ ഇതൊരു ടൈംലെസ്, കാലാതീതമായിട്ടുള്ള ഒരു വിസ്ഡമാണിത് ഭഗവത്ഗീത. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാനുവലാണ്. അത് ഭക്തിയിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെയും അവരവരുടെ ഡ്യൂട്ടീസ് ചെയ്യുന്ന സമയത്തും നമുക്ക് അവരവരുടെ ധർമ്മം കൃത്യമായി അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഇത് സഹായിക്കും. അപ്പോ ആ കർമ്മം അല്ലെങ്കിൽ ആ ധർമ്മം എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. കാരണം നമ്മൾ ചെയ്യുന്ന ഏത് കർമ്മവും ഭൗതികമാണെങ്കിൽ അത് നമ്മളെ മെറ്റീരിയലി ബൈൻഡ് ആവും. നമുക്ക് പിന്നെയും നമുക്ക് ജന്മം എടുക്കേണ്ടി വരും. പക്ഷെ ഭഗവാന് വേണ്ടി ഭക്തിയുത സേവനത്തിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന, പ്രത്യേകിച്ച് ഇതിനകത്ത് പറയുന്നത് അനാസക്തമായ ബുദ്ധിയോടുകൂടി, അതായത് സ്പിരിച്വൽ ഇന്റലിജൻസ്. ഒരു സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ഓഫീസറിന്റെ, പ്രഭുപാദ് ഇതിനകത്ത് ഒരു എക്സാമ്പിൾ കൊടുക്കുന്നുണ്ട്. ഒരു മിലിറ്ററി ഓഫീസർ യുദ്ധഭൂമിയിൽ അദ്ദേഹം വെടിവെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ടെററിസ്റ്റുകളെ, തീവ്രവാദികളെ അദ്ദേഹം വെടിവെക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പ്രശംസയാണ് കിട്ടുന്നത്, അല്ലെ? പ്രത്യേകിച്ച് ഒരുപാട് തീവ്രവാദികളെ അദ്ദേഹത്തിന് രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം വധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് പരംവീര ചക്രം വരെ കിട്ടും. പക്ഷെ അതേ പട്ടാളക്കാരൻ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഒരു സിവിലിയൻ, സാധാരണക്കാരെ, ഒരു ജനത്തിൽപ്പെട്ട ഒരാൾ ഇല്ലെങ്കിൽ ഒരു അയൽവാസിയെ കൊലപ്പെടുത്തുകയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് നിയമവിരുദ്ധമാണ്. ചെയ്യുന്നത് ഒരേ വ്യക്തിയാണ്. പക്ഷെ ആദ്യത്തെ സിറ്റുവേഷനിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥന്റെ ഓർഡർ അനുസരിച്ചാണ് ചെയ്യുന്നത്. രണ്ടാമത്തേത് സ്വന്തം ഇച്ഛാനുസരണം അദ്ദേഹം പ്രവർത്തിക്കുകയാണെങ്കിൽ, ആ ഡ്യൂട്ടി ദുരുപയോഗം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ശിക്ഷ ലഭിക്കും. ആദ്യത്തേന് അദ്ദേഹത്തിന് ശിക്ഷ ലഭിക്കില്ല. അതുപോലെ തന്നെ ഭക്തിയിലാണെങ്കിൽ പോലും, ഭൗതിക കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും കൃഷ്ണന്റെ ഇച്ഛ എന്താണെന്ന് മനസ്സിലാക്കി ഗുരു സാധു ശാസ്ത്രാനുസരണം നമുക്ക് ധർമ്മം ചെയ്യാൻ സാധിക്കണം. അപ്പൊ കർമ്മം ചെയ്യുന്നത് ധർമ്മത്തിനനുസരിച്ചായിരിക്കണം. ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീത. കൃഷ്ണന്റെ ഇച്ഛ എന്താണോ അതാണ് ധർമ്മം. അപ്പൊ ധർമ്മം എന്താണെന്ന് വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് കൃഷ്ണന്റെ ഇച്ഛയ്ക്കനുസരിച്ച് കാര്യങ്ങൾ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മള് ഭൗതികമായിക്കോട്ടെ
ഇതിന്റെ മുമ്പത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഭൗതികമായാലും ശരി ആധ്യാത്മിക കാര്യങ്ങളായാലും ശരി, ഒരു പ്രവൃത്തി, എന്തെങ്കിലും ഒരു പ്രവൃത്തി, ഒരു കർമ്മം നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഇല്ലേ? ഇപ്പൊ നമുക്കിപ്പോ സെന്ററിൽ ഇവിടെ പ്രസാദം വെക്കണം അല്ലെ, പുലാവ്, വെജിറ്റബിൾ പുലാവ് അല്ലെങ്കിൽ ബിരിയാണി വെക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള വ്യക്തി ഉണ്ടാകണം. ആ വ്യക്തിക്ക് മുമ്പേ ദിവസം തന്നെ ആ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു മെനു, ഒരു വിഷ്വലൈസേഷൻ മനസ്സിൽ വരും ഇല്ലേ? അതിനെന്തൊക്കെ വേണം, എത്ര പേരുണ്ടാകും എന്നുള്ളതിനെ പറ്റി ഒരു കാൽക്കുലേഷൻ. അപ്പൊ ആ ജ്ഞാനം വളരെ പ്രധാനമാണ്. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിനെ പറ്റിയുള്ള ജ്ഞാനം വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ അത് ചെയ്യാൻ അത് മാത്രം മതിയോ? ഒരു വ്യക്തിയും അതിനെപ്പറ്റി ഒരു ഐഡിയ മാത്രം മതിയോ? മറ്റെന്താ വേണ്ടത്? പൈസ വേണം, സാധനങ്ങൾ മേടിക്കണം. അപ്പോ പുലാവിന് വേണ്ടിയിട്ടുള്ള പനീർ ബിരിയാണി ആണെങ്കിൽ പനീർ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മേടിക്കണം ഇല്ലേ? എണ്ണ വേണം, ഇൻഗ്രീഡിയൻസ് വേണം, വെജിറ്റബിൾസ് വേണം, ഈ കാര്യങ്ങൾ വേണം. ഈ 3 കാര്യങ്ങളുണ്ട്. എന്നാലും നമുക്ക് പുലാവ് ആകുമോ? കട്ട് ചെയ്യാൻ ആൾക്കാർ വേണം. അപ്പൊ കൈകൾ വേണം ഇല്ലേ? നമുക്ക് പാചകം ചെയ്യാനും വെജിറ്റബിൾസ് അരിയാനും ഒക്കെ കൈകൾ നമുക്ക് ആവശ്യമാണ്. അപ്പോ ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും നമ്മളെല്ലാം തയ്യാറായി, ഇതെല്ലാം കഴിഞ്ഞു, ഗ്യാസ് തീർന്നു. ആ സമയമായപ്പോ എന്ത് ചെയ്യും അല്ലേ? ആ സമയത്ത് നമുക്ക് രക്ഷയില്ല. പക്ഷെ പെട്ടെന്ന് അടുത്ത വീട്ടിൽ നിന്ന് കൃഷ്ണപ്രഭു യാത്ര പോയിട്ട് തിരിച്ചു വരുമ്പോ എന്റെ വീട്ടിൽ ഒരു ഗ്യാസ് എക്സ്ട്രാ ഉണ്ട്, അത് സെന്ററിലെ ഫുട്ബോൾ ലൈഫിന് എടുത്തോളൂ എന്ന് പറഞ്ഞ് തരികയാണ് ഇല്ലേ? അപ്പൊ അതുവരെ ഫുട്ബോൾ ലൈഫ് നടക്കില്ല നമ്മൾ വിചാരിച്ചു ഇല്ലേ? പക്ഷെ ഗ്യാസ് കിട്ടിയപ്പോ എല്ലാരും സന്തോഷിച്ചു. കാരണം ഭഗവാന്റെ സേവ അവിടെ നടക്കും ഇല്ലേ? എല്ലാവർക്കും സന്തോഷമായി. അപ്പോ ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ആ 5ാമത്തെ കാര്യം വളരെ പ്രധാനമാണ്. ബാക്കിയുള്ളതെല്ലാം നമ്മൾ മാനസികമായിട്ട് ചിന്തിക്കുന്നതും നമ്മൾ ചെയ്യുന്നതും ഇതെല്ലാം ഭൗതിക പദാർത്ഥങ്ങളാണ്. പക്ഷെ 5ാമതൊന്ന് നമ്മളെ കണ്ണുകൾ കൊണ്ട്, നമുക്ക് ഭൗതിക കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കില്ല. പക്ഷെ ആധ്യാത്മിക കണ്ണുകൊണ്ട് ദിവ്യ ചക്ഷുഷം, അർജുനന് കൊടുത്ത പോലെ ദിവ്യ ചക്ഷുഷം വെച്ച് നമ്മൾ ഭഗവാൻ പറയുന്ന പോലെ ദദാമി ബുദ്ധിയോഗം തം ഏനമാം ഉപയാന്തിതെ, ഭഗവാന്റെ സേവ ചെയ്യണമെങ്കിൽ ഭഗവാന്റെ പ്രസൻസ് നമുക്ക് അനുഭവപ്പെടണം. ഓരോ നിമിഷത്തിലും ഓരോ സാഹചര്യത്തിലും ഭഗവാന്റെ കൈ അടയാളം. അപ്പൊ നമ്മളല്ല സേവ ചെയ്യുന്നത്, നമുക്ക് ആ സേവനം ചെയ്യണമെങ്കിൽ പോലും അതിനുള്ള ഊർജം, മനസ്സിലായ? കൃഷ്ണകുമാർ പ്രഭു ഗ്യാസ് കൊണ്ടുവന്ന് തന്ന അതും ഒരു ഊർജ്ജമാണല്ലോ അല്ലെ? ഗ്യാസ് കൊണ്ടുവന്ന നമ്മൾ എത്തിച്ചെന്നോ അല്ല, കൃഷ്ണകുമാർ പ്രഭു ആവണമെന്നില്ല, മറ്റെന്തെങ്കിലും ആകാം സാഹചര്യം. ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോ ഭഗവാന്റെ ഒരു സാങ്ഷൻ ഇല്ലാതെ ഒരു വ്യക്തിക്കും ഭൗതിക കർമ്മമായിക്കോട്ടെ ആധ്യാത്മിക കർമ്മമായിക്കോട്ടെ ഒരാൾക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോ ഭക്തിയിലാണെങ്കിൽ പോലും ഒരു സേവ ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്തത് കൊണ്ടാണ് ഇത് സാധിച്ചത് എന്നുള്ളൊരു മിഥ്യാഹങ്കാരം വന്ന് ഏർപ്പെട്ടാൽ, ചെയ്യുന്നത് സേവയാണെങ്കിൽ പോലും ആ മിഥ്യാഹങ്കാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ചെയ്യുന്നതിന് ഉദ്ദേശം ഫലവത്തല്ല. മനസ്സിലായ? അപ്പൊ കൃഷ്ണനാണ് സാങ്ഷൻ ചെയ്യുന്നത്, കൃഷ്ണന്റെ ഇച്ഛാനുസരണമാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ കൃഷ്ണൻ സാങ്ഷൻ ചെയ്യാതെ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. പ്രഭുപാദ് പറയുന്നുണ്ട്, നോട്ട് ഇവൻ എ ബ്ലേഡ് ഓഫ് ഗ്രാസ് വിൽ മൂവ് വിത്തൗട്ട് ദ സുപ്രീം വിൽ ഓഫ് കൃഷ്ണ. കൃഷ്ണന്റെ ഇച്ഛയില്ലാതെ ഒരു പുല്ല് പോലും അനങ്ങില്ല, ഒരു ജീവാത്മാവ് പോലും ഒരു പ്രാവശ്യം പോലും കണ്ണടച്ച് തുറക്കില്ല, നമ്മൾ കഴിക്കുന്ന ആഹാരം ദഹിക്കില്ല, വെള്ളം കുടിച്ചാൽ ദാഹം നമുക്ക് ശമനം വരില്ല. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് പരമാത്മാവ് ഭഗവാന്റെ വിസ്തരണങ്ങളായിട്ടുള്ള പല ദേവതകളിലൂടെ നമ്മുടെ ശരീരത്തിൽ ഈ പ്രക്രിയ നടക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം ഒരു മെക്കാനിസമായിട്ട് കൃത്യമായിട്ട് നടന്നു പോകുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ കഴിക്കാം, പക്ഷെ ആ കഴിച്ച സാധനം ദഹിപ്പിക്കാൻ പോലും നമ്മളെ കൊണ്ട് സാധിക്കില്ല. കാരണം നമ്മുടെ വയറിനുള്ളിൽ അഗ്നിയായിട്ട് ഭഗവാൻ തന്നെ ഉണ്ടെന്ന് ഭഗവാൻ 15ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, പുരുഷോത്തമ യോഗത്തിൽ. അപ്പൊ അത്രയും ഇൻസിഗ്നിഫിക്കന്റ് ആണ് നമ്മള്. അപ്പൊ നമ്മൾ ചെയ്യുന്നു, നമ്മൾ ഈ സർവീസ് ചെയ്യുന്നു, നമ്മൾ ഈ സേവ ചെയ്തതുകൊണ്ടാണ് ഇത് നടന്നത് എന്നുള്ള സ്വാർത്ഥതയില്ലാതെ എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ, എല്ലാ ജീവാത്മാക്കളുടെയും ഉള്ളിൽ അവരവരുടെ ഭഗവാൻ അവർക്ക് കൊടുക്കുന്ന പ്രേരണ അനുസരിച്ച് അവർ ചെയ്യുന്ന സേവ അത് ഒത്തിണങ്ങി ഭഗവാന്റെ കാൽപാദങ്ങളിൽ വെക്കുമ്പോഴാണ് എന്താകുന്നത്?
അത് സങ്കീർത്തന പ്രസ്ഥാനമാകുന്നത്. അല്ലാതെ അതാകില്ല. അപ്പൊ നമ്മൾ ഭൗതികമായിട്ടുള്ള കണ്ണുകൊണ്ട് മുന്നിൽ കാണുന്ന സേവ മാത്രം സേവ എന്ന് അംഗീകരിച്ചാൽ ഭഗവാൻ കാണുന്നത് മറ്റ് അതിനപ്പുറത്തുള്ള സേവകൾ ചെയ്യുന്ന ഭക്തന്മാരും ഉണ്ട്. അപ്പോ അതിനെയും നമുക്ക് അംഗീകരിക്കാനുള്ള മനസ്സ് നമുക്ക് വേണം, അതിനെ കാണാനുള്ള കണ്ണ് നമുക്ക് വേണം. മനസ്സിലായി? അപ്പൊ അത് വളരെ പ്രധാനമാണ്. നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ കൺമുമ്പിൽ നമ്മൾ കാണില്ല, ഞായറാഴ്ച ദിവസം മാത്രം ചെയ്യുന്ന സേവ കാണില്ല. അതല്ലാതെയുള്ള ദിവസങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് തയ്യാറെടുപ്പുണ്ടാവും. ഇപ്പൊ രേഷ്മ മതജിയുടെ സേവ GSCക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ആഴ്ചയിൽ കൃത്യമായിട്ട് ആ ദിവസം ആ സേവ കൃത്യമായിട്ട് നടക്കണം, ഇല്ലേ? അപ്പൊ അത് ആ സേവ നടക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പിന് അതിന് 2-3 ദിവസം മുമ്പേ തന്നെ അവർ ചെയ്യുന്ന ഭൗതികമായിട്ടുള്ള കർമ്മങ്ങൾ എല്ലാം തന്നെ ചെയ്തുകൊണ്ടും ആ ഡ്യൂട്ടീസ് ഒന്നും പരിത്യാഗം ചെയ്യാതെ അതും ചെയ്യണം, അതോടൊപ്പം തന്നെ ഭക്തി മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോ ഈ ശ്ലോകത്തിൽ പറയുന്നത് അതുപോലത്തെ ഒരു ഡിറ്റർമിനേഷനും അതുപോലത്തെ ഒരു ആറ്റിറ്റ്യൂഡുമാണ് നമുക്ക് ഭക്തിയിൽ ആവശ്യം എന്ന് പറയുന്നുണ്ട്. ഇതിന് മുമ്പത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് ത്യാഗം. ത്യാഗം എങ്ങനെയുള്ളതാണെന്ന് പറഞ്ഞാൽ സത്വഗുണത്തിലുള്ള ത്യാഗം നമുക്ക് അതിൽ നിന്ന് ഫലം നമുക്ക് നമ്മളുടെ ഭുക്തിക്ക് വേണ്ടിയിട്ട്, നമുക്ക് മെറ്റീരിയൽ എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കാതെ കൃഷ്ണന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് നമ്മൾ ഭക്തി സേവനം ചെയ്യുന്നതാണ്. അപ്പോ അതാണ് പ്രധാനം. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഓരോ കർമ്മവും അതാണ് സത്വഗുണത്തിലുള്ള ത്യാഗം എന്ന് പറയുന്നുണ്ട് ഭഗവാൻ. രജോ ഗുണത്തിലുള്ളതും പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത് അന്ധകാരത്തിലാണെന്ന് പറയുന്നുണ്ട്, ഇഗ്നോറൻസ്. അതുപോലെ തന്നെ അർജുനന് വന്നിരിക്കുന്നത് എന്താണ്? അത് രജോ ഗുണത്തിലുള്ള ഒരു ഇതാണ്. കാരണം അർജുനൻ യോദ്ധാവാണ്. അപ്പൊ അർജുനൻ യോദ്ധാവായിട്ടും ആ യുദ്ധഭൂമിയിൽ മുമ്പിൽ വന്ന് നിർത്തിയ സമയത്ത് ഹൃദയ ദൗർബല്യം കൊണ്ട് അർജുനന് യുദ്ധം ചെയ്യാൻ സാധിക്കുന്നില്ല. അർജുനൻ പറയും എല്ലാം എൻ്റെ ഗുരുവര്യന്മാരാണ്, എൻ്റെ സേനാപതികളുണ്ട്, എൻ്റെ പിതാമഹനുണ്ട്, ഭീഷ്മ പിതാമഹനുണ്ട്, എല്ലാം എനിക്ക് വേണ്ടപ്പെട്ടവരാണ്, ഇവര് ഞാൻ എങ്ങനെയാണ് കൊല്ലുന്നത്? അപ്പൊ അർജുനൻ അതൊരു ഫോൾസ് ഈഗോയില്, മിഥ്യാഹങ്കാരത്തില് അർജുനൻ യുദ്ധം ചെയ്യില്ല എന്ന് പറയുകയാണ് അവിടെ. പക്ഷെ ഭഗവാൻ ഇത് ഭഗവാന്റെ ഇത് യുദ്ധം നടക്കുക എന്നുള്ളത് ഭഗവാന്റെ ഇച്ഛയാണ്. ഇത് ധർമ്മയുദ്ധമാണ്. അപ്പൊ ഭഗവാന്റെ ഇച്ഛ ധർമ്മം സ്ഥാപിക്കണം എന്നുണ്ടെങ്കിൽ ആ യുദ്ധം നടന്നേ പറ്റുള്ളൂ. അപ്പൊ ഇതിനകത്ത് പറയുന്നത് നമ്മൾ വെറും ഇൻസ്ട്രുമെന്റ്സ് മാത്രമാണ്. ഭക്തന്മാരായി എല്ലാവരും ഇൻസ്ട്രുമെന്റ്സ് മാത്രമായിട്ട് പാത്രീഭൂതരാകണം എന്നാണ് പറയുന്നത്. നമ്മൾക്ക് വേണ്ടിയിട്ടെന്നുള്ള രീതിയിൽ കർമ്മം ചെയ്യരുത്. ഈ ശ്ലോകത്തിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് യോദ്ധാവൻ ആയിട്ടുള്ള അർജുനന് വേണ്ടിയിട്ടാണ്. പട്ടാളക്കാരന്റെ കാര്യം പറഞ്ഞു അല്ലേ? അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ധർമ്മം ഉണ്ടാവും, മനസ്സിലായോ? ഇപ്പൊ ഒരാൾ ചെയ്യുന്നത് ചിലപ്പോൾ അയാൾ ഒരു IT ഉദ്യോഗസ്ഥനാകാം, പ്രസാദ് പ്രഭു ഡോക്ടറാണ്, ഞാൻ വ്യക്തിപരമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഓരോരുത്തർക്കും രണ്ട് രീതിയിലുള്ള ധർമ്മം ഉണ്ടെന്ന് പറഞ്ഞത്. ഒന്ന് ജൈവധർമ്മം. ജൈവധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ സേവകനാണെന്നുള്ളതാണ്. ഇതിൽ പ്രത്യേകിച്ച് ഇതിൽ എടുത്തു പറയുന്നത് നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും കൃഷ്ണ ഞാൻ കൃഷ്ണന്റെയാണ് എന്നുള്ള ചിന്ത നമുക്ക് ഉറച്ച വിശ്വാസം വേണം. അത് ഭൗതിക കർമ്മമായിക്കോട്ടെ ഭക്തിയിലായിക്കോട്ടെ, ഞാൻ കൃഷ്ണന്റെയാണ്, ഞാൻ കൃഷ്ണന്റെ മാത്രമാണ് എന്നുള്ള ചിന്ത വേണം. എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികള് ഭക്തിയുത സേവനം സത്വഗുണത്തിലല്ല കൃഷ്ണന്റെ സേവനം വരുന്നത്. ഏതിലാണ്? ശുദ്ധ സത്വത്തിലാണ് വരുന്നത്. അപ്പൊ വിഷ്ണു ഉപാസന പോലും പഞ്ച ഉപാസന പോലും പറയുന്നത് അത് സത്വഗുണം വരെ എത്തിക്കുള്ളൂ നമ്മളെ. അപ്പോ അങ്ങനെയുള്ള വിഷ്ണു ഉപാസന പോലും സത്വഗുണത്തിലാണ് വരുന്നത്. പക്ഷെ കൃഷ്ണന്റെ ആരാധന എന്ന് പറയുന്നത് സത്വാവലംബി പരസത്വം വിശുദ്ധ സത്വം ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. നേരത്തെ നമ്മൾ ബ്രഹ്മസംഹിതയുടെ ചൊല്ലി, അപ്പൊ അതിൽ പറയുന്നതാണ്. അതായത് 3 ഗുണങ്ങൾക്കും അതീതമാണ് ഭഗവാൻ കൃഷ്ണന്റെ സേവനം. അപ്പൊ ഇവിടെ കൃഷ്ണൻ ആവശ്യപ്പെടുന്നത് അർജുനന്റെ അടുത്ത് കൃഷ്ണന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ആ ധർമ്മയുദ്ധത്തിന് ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്, ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ആ ചെയ്യുന്ന വ്യക്തിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ആ 5 കാര്യങ്ങളും ചേരുമ്പോഴാണ് ആ കർമ്മം നടക്കുന്നത്. ആ ചെയ്യുന്ന വ്യക്തി, യുദ്ധം ചെയ്യാനുള്ള ആയുധങ്ങള്, അതിനുള്ള പ്ലാനിങ്, ഇതെല്ലാം ആവശ്യമാണ്. കൃഷ്ണനുള്ളിൽ കൊടുക്കുന്നത് പ്രേരണയാണ്. ആ സത്വഗുണത്തിലുള്ള പ്രേരണ, ആ സത്വഗുണത്തിൽ നിന്നുകൊണ്ടുള്ള കർമ്മവും കൂടെ ചേരുമ്പോൾ അത് പരിത്യാഗം സത്വഗുണത്തിലാവും.
അപ്പോ അതാണ് ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്. അപ്പോ ഇവിടെ അർജുനന്റെ അടുത്ത് ആ യോദ്ധാവായതുകൊണ്ട് അർജുനന്റെ അടുത്ത് അതിൽ നിന്നും പിന്മാറാനല്ല പറയുന്നത്. മാം മനസ്മരൻ യുദ്ധച്ച, എന്നെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നീ യുദ്ധം ചെയ്യുക. നിന്റെ ധർമ്മം, നീ ക്ഷത്രിയനാണ്, നിന്റെ ധർമ്മം യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്, ധർമ്മയുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോ ഈ ത്യാഗത്തിന്റെ ഏറ്റവും ഹയസ്റ്റ് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ള ശ്ലോകങ്ങളിലേക്ക് വരുന്നുണ്ട്. അതായത് ഭഗവാനിലേക്കുള്ള ശരണാഗതി. ആ ശരണാഗതിയിലേക്ക് നമുക്ക് വരണം ശരിക്കും. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഭക്തിയിലായിരിക്കോട്ടെ ഭൗതികമായിക്കോട്ടെ, അത് ഭഗവാനിൽ സറണ്ടേർഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ നമ്മൾ ചെയ്യുന്ന ആ ത്യാഗം ശരിയായിട്ട് ശരണാഗതിയിലേക്ക് വരുത്തുള്ളൂ. അപ്പൊ അതിന് നമുക്ക് ജ്ഞാനവും വേണം, വൈരാഗ്യവും ആവശ്യമാണ്. കാരണം നമ്മൾ ഭൗതിക ശരീരം എടുത്തുകൊണ്ട് ഇത് രണ്ടും നമുക്ക് ഒരളവിൽ നമുക്ക് ആവശ്യമാണ്. പക്ഷെ ഭാഗവതത്തിൽ പറയുന്നുണ്ട്, വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയതി അശുവൈരാഗ്യം ജ്ഞാനം ചയത് അഹൈതുകം. അപ്പൊ അഹൈതുകമായിട്ടുള്ള വൈരാഗ്യവും അഹൈതുകമായിട്ടുള്ള ജ്ഞാനവും നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ വാസുദേവന് ഭക്തിയോഗത്തിലൂടെ മാത്രമേ സാധിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഭക്തിയോഗം ചെയ്യുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ജ്ഞാനവും വൈരാഗ്യവും വരും. അല്ലാതെ തിരിച്ചു വരരുത്. ജ്ഞാനം കൊണ്ട് ഭക്തിയിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് തെറ്റായിട്ടുള്ള റൂട്ടാണ്. ഭക്തിയോഗം കൃത്യമായിട്ട് ചെയ്യുന്നത് വഴി നമുക്ക് അതിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് പോലെ, നമ്മളൊരു തീ വെക്കുമ്പോൾ അതിന്റെ പുക ഓട്ടോമാറ്റിക്കലി വരില്ലേ എന്ന് പറയുന്ന പോലെ തന്നെ ഭക്തി സേവനം ചെയ്യുമ്പോൾ അത് സത്വഗുണത്തിലും ശുദ്ധ സത്വത്തിലും വരുമ്പോൾ അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് വരും? സത്വഗുണത്തിൽ നമുക്ക് സത്വഗുണമായിട്ടുള്ള നമ്മളുടെ അനർത്ഥങ്ങളെല്ലാം മാറും. ശുദ്ധസത്വം എന്ന് പറയുമ്പോൾ നമ്മൾ ഭാവഭക്തിയിലേക്ക് നമ്മൾ ഉണരും, ഇല്ലേ? കൃഷ്ണ പ്രേമത്തിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കും. പക്ഷെ അത് വലിയൊരു നീണ്ടമായിട്ടുള്ള ഒരു ലക്ഷ്യമാണ്. പക്ഷെ ഭക്തിയോഗമാണ് അതിനുള്ള മാർഗം. കുന്തിദേവിയുടെ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, തഥാ പരമഹംസാനാം മുനീനാം അമലാത്മനാം ഭക്തിയോഗ വിധാനാർത്ഥം കഥം പശ്യേമഹേ പ്രിയഃ. കുന്തിദേവി പ്രാർത്ഥിക്കുകയാണ്, അല്ലയോ ഭഗവാനെ, പരമഹംസന്മാർക്കും മുനിമാർക്കും അങ്ങനെയുള്ള വ്യക്തികൾക്ക് പോലും, തത്വചിന്തകന്മാർക്ക് പോലും അങ്ങേ മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷെ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുക? ഭക്തിയോഗ വിധാനാർത്ഥം, ഭക്തിയോഗം വഴി മാത്രമേ അങ്ങേ ദർശിക്കാനും സാധിക്കുള്ളൂ, അങ്ങയെ പറ്റിയുള്ള ജ്ഞാനവും കരസ്ഥമാക്കാൻ സാധിക്കുള്ളൂ. അങ്ങയെപ്പറ്റി എന്തെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ ഭക്തിയോഗം വഴി മാത്രമേ പറ്റുള്ളൂ. അപ്പോ ഗുരു സാധു ശാസ്ത്രാനുസരണം, വൈഷ്ണവന്മാരുടെ സേവയും അവരുടെ അനുഗ്രഹവും ഉണ്ടെങ്കിൽ മാത്രമേ കൃഷ്ണഭക്തി മനസ്സിലാവുകയുള്ളൂ, കൃഷ്ണനെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഭക്തിയോഗ വിധാനാർത്ഥം കഥം പശ്യേമഹി സ്ത്രീയ. ഇങ്ങനെയുള്ള വ്യക്തിക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ആ ഭക്തി, ആ കൃഷ്ണപ്രേമം, സാക്ഷാൽ ഭഗവാനെ ഒരു സ്ത്രീയായിട്ട് പിറന്ന എനിക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ, സാധാരണ ഒരു സ്ത്രീയായിട്ട് പിറന്ന എനിക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് കുന്തിദേവി പറയാണ്. കുന്തിദേവി സാധാരണ സ്ത്രീ അല്ല, കൃഷ്ണാനുഭവത്തില് വളരെ ഉറച്ചു നിൽക്കുന്ന ഒരു ആളാണ് കുന്തിദേവി. അപ്പൊ പ്രഭുപാദ് പറയുന്നുണ്ട്, കൃഷ്ണാനുഭവത്തിൽ നിൽക്കുന്ന എല്ലാ വ്യക്തികൾക്കും അവര് ചെയ്യുന്നത് ശുദ്ധസത്വത്തിലാണ്. കൃഷ്ണനുള്ള ഭക്തി സേവനം ചെയ്യുന്നത് എന്ത് സേവയായിക്കോട്ടെ, അവരത് സിൻസിയറായിട്ട് ചെയ്യുമ്പോൾ അത് ശുദ്ധസത്വത്തിലാണ്. അതുപോലെ തന്നെ ഭക്തിവിനോദ് ഠാക്കൂറിന്റെ ഈ ഒരു കീർത്തനത്തിൽ പറയുന്നുണ്ട്, ആ ശരണാഗതിയിലേക്ക് നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മൾ മഹാവൈഷ്ണവ ആചാര്യന്മാരുടെയൊക്കെ അവരുടെ ഭക്തിയിൽ അവർക്ക് കിട്ടുന്ന എക്സ്റ്റസീസ്, റിയലൈസേഷൻസ്, അപ്പൊ ഇതെല്ലാം നമുക്ക് റിയലൈസ് ചെയ്യാനുള്ള ഭാഗ്യങ്ങൾ കിട്ടിയിട്ടില്ല. നമുക്ക് ചില സമയത്ത് ഭക്തിയിൽ ചില അനുഭവങ്ങൾ വരുമ്പോൾ നമുക്ക് വരുന്ന ഗൂസ് ബംസും ഇതുമെല്ലാം അത് ശരിയായിട്ടുള്ള ഭക്തി, ശുദ്ധ ഭക്തി അല്ല, ഉത്തമ ഭക്തി എന്ന് പറയാൻ സാധിക്കില്ലെന്നാണ് ആചാര്യന്മാർ പറയുന്നത്.
അത് അതിന്റെ ഒരു ചെറിയ അളവുകൾ മാത്രമാണ് നമുക്കത് അനുഭവപ്പെടുന്നത്. പക്ഷെ നമുക്കത് പറഞ്ഞു തരാനായിട്ട് സാക്ഷാൽ ശ്രീ ചൈതന്യ മഹാപ്രഭു കലിയുഗത്തില് അവതാരം എടുത്തു. അപ്പോ ആ ചൈതന്യ മഹാപ്രഭുവിനെ പറ്റി, ആ മഹാപ്രഭു വന്നത് ഈ ശരണാഗതി എങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അത് ഭക്തി വിനോദ് ഠാക്കൂർ, അതായത് ശ്രീല പ്രഭുപാദിന്റെ ഗുരുവിന്റെ പിതാവ്, ശ്രീല ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന്റെ പിതാവായ ശ്രീല ഭക്തി വിനോദ് ഠാക്കൂർ, അദ്ദേഹം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആയിരുന്നു. വളരെ പേരറിയപ്പെട്ട ജഡ്ജാണ്. അദ്ദേഹത്തിന് വേണ്ടി തന്നെ കൽക്കട്ടയിൽ പോയി കഴിഞ്ഞാല് അദ്ദേഹത്തിന് വേണ്ടി പണ്ട് ബ്രിട്ടീഷുകാര് റെയിലിട്ട് കൊടുത്തിട്ടുണ്ട്, റെയിൽപാത. അദ്ദേഹത്തിന് വേണ്ടി മാത്രം ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് വന്ന് അദ്ദേഹത്തിന്റെ കൃഷ്ണഭക്തി എല്ലാം ചെയ്യുന്നതിന്റെ ഇടയ്ക്കും അത്രയും തിരക്കിൽ ഉള്ള ഒരു വ്യക്തിക്ക് ഈ ജുഡീഷ്യറി വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഒരു റെയിൽപാത ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ അത്രയും ശ്രേഷ്ഠനായിട്ട് ഒരു മഹാവൈഷ്ണവനാണ് ഭക്തി വിനോദ് ഠാക്കൂർ. അപ്പൊ അദ്ദേഹം ഒരു കീർത്തനത്തിൽ ആലപിക്കുന്നുണ്ട്. ഈ കീർത്തനത്തിലൂടെ നമുക്കും ഈ പറഞ്ഞ പോലെ ആ പ്രാർത്ഥനകളിലൂടെ നമുക്കും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു അംശം നമുക്കും എടുക്കാൻ സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ അങ്ങനെയാണ് പ്രഭുപാദര് ഇതുപോലെയാണ്. എന്ന് വെച്ചാൽ ഈ കീർത്തനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രഭുപാദരുടെ ഓരോ നിമിഷവും അദ്ദേഹം എങ്ങനെ പൂർവ്വ ആചാര്യന്മാരുടെയും അവര് പറഞ്ഞിട്ടുള്ള വാക്കുകൾ എങ്ങനെ അദ്ദേഹം ഓരോ നിമിഷവും ജീവിച്ചു എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാവും. ഇതിൽ ഭക്തി വിനോദ് ഠാക്കൂർ പാടുന്നതാണ്: ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു ജീവേ ദയാ കോരി സ്വപർശദ സ്വീയ ധമ സഹവതാരി. ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു വന്നത് വലിയ ദയ, സാക്ഷാൽ രാധാറാണിയാണ് ചൈതന്യ മഹാപ്രഭു. രാധാറാണിയുടെ ഭാവത്തിലാണ് വരുന്നത്. ഏറ്റവും ഉയർന്ന ദയ പതിതന്മാരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് മഹാപ്രഭു അവതാരം വരികയാണ്. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് ശരണാഗതി എങ്ങനെയാണ് ചെയ്യേണ്ടത്, കൃഷ്ണന്റെ കാൽപാദത്തിൽ നമുക്ക് ശരണം എങ്ങനെ ചെയ്യണം എന്ന് പറയാനായിട്ട് ചൈതന്യ മഹാപ്രഭു നമുക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എങ്ങനെയാണ്? ചൈതന്യ മഹാപ്രഭു വന്നിട്ട് വേദങ്ങളെല്ലാം ചൈതന്യ മഹാപ്രഭുവിനെ എല്ലാം അറിയാം. പക്ഷെ മഹാപ്രഭു വേദങ്ങളും ഇതെല്ലാം മാറ്റി വെച്ചിട്ട് മഹാപ്രഭു എന്താ ചെയ്യുന്നത്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ചൈതന്യ മഹാപ്രഭു അത് കീർത്തനം ചൊല്ലിക്കൊണ്ട് തെരുവുകളിൽ നൃത്തം ചെയ്യും, ആനന്ദ നൃത്തം. അപ്പൊ പണ്ഡിതന്മാര് വന്നിട്ട് ചോദിക്കും ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത്, അങ്ങ് എന്താണ് ഈ ചെയ്യുന്നത്? അങ്ങ് പണ്ഡിതനല്ലേ, ബ്രാഹ്മണനല്ലേ? അപ്പൊ അങ്ങ് വേദത്തിന്റെ ഉപദേശമല്ലേ കൊടുക്കേണ്ടത്, ചെയ്യേണ്ടത്? അപ്പൊ അദ്ദേഹം പറയും, ചൈതന്യ മഹാപ്രഭു പറയും, സ്വയം ഭഗവാനാണ് ചൈതന്യ മഹാപ്രഭു. പറയും, എനിക്ക് അതൊന്നും ഗ്രഹിക്കാനുള്ള ബുദ്ധി എനിക്കില്ല. പക്ഷെ എനിക്ക് ഇത് കീർത്തനം, ഹരികീർത്തനം ചൊല്ലുമ്പോൾ എനിക്ക് കിട്ടുന്ന നല്ലൊരു ആനന്ദമുണ്ട്, അല്ലേ? ഹരികീർത്തനം. അപ്പൊ ഏറ്റവും മഹത്തായിട്ടുള്ള എല്ലാ വേദങ്ങളുടെയും സാരം കലിയുഗത്തിൽ ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിനുണ്ട്. ആ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിലൂടെ, അതിന്റെ കീർത്തനത്തിലൂടെ നമുക്ക് ശരണാഗതിയിലേക്ക് സാധിക്കും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ആ ത്യാഗ മനോഭാവത്തില്, സത്വഗുണത്തില് നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ചൈതന്യ മഹാപ്രഭു വരുന്നത്. പിന്നെ പറയുന്നത് ദൈന്യ ആത്മനിവേദന ഗോത്രിത്വേ വരണ അവശ്യ രക്ഷിബേ കൃഷ്ണ വിശ്വാസ പാലന. ദൈന്യ ആത്മനിവേദന, അതായത് താഴ്മ. ദൈന്യം എന്ന് പറഞ്ഞാൽ താഴ്മ വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ ആത്മനിവേദനം, ഭഗവാനിൽ ശരണം പ്രാപിക്കുക. ഗോപ്തൃത്വ വരണ, ഭഗവാനാണ് നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഈസ് ദ അൾട്ടിമേറ്റ് മെയിൻറ്റെയിനർ എന്നുള്ള പൂർണ്ണ വിശ്വാസം എപ്പോഴും ഉണ്ടാവുക. അപ്പൊ ഇതെല്ലാം ഈ ശരണാഗതിയിലേക്കുള്ള ലിംസ് ആയിട്ടാണ് ഗോസ്വാമിമാര് എഴുതിയിട്ടുണ്ട്. ഇത് ശിക്ഷാഷ്ടകത്തിന്റെ അടിസ്ഥാനത്തിൽ ഗോസ്വാമിമാര് എഴുതിയിട്ടുണ്ട് ഇത് ചൈതന്യ മഹാപ്രഭുവിന്റെ ടീച്ചിങ്സ് ആയിട്ട്.
അവക്ഷ്യ രക്ഷിതേ കൃഷ്ണ വിശ്വാസ പാലന. അപ്പൊ ഭഗവാൻ കൃഷ്ണനാണ് എന്നെ പാലനം ചെയ്യുന്നത്, ഹീസ് ദ മെയിൻറ്റെയിനർ, സോൾ മെയിൻറ്റെയിനർ എന്നുള്ള പൂർണ്ണ വിശ്വാസം. പിന്നെ ഭക്തി അനുകൂല മാത്ര കാര്യേര സ്വീകാര ഭക്തി പ്രതികൂല ഭാവ ജനാംഗീകാര. ഭക്തി അനുകൂല മാത്ര കാര്യേര സ്വീകാര ഭക്തി പ്രതികൂല ഭാവ ജനാംഗീകാര. അതായത് നമ്മൾ എങ്ങനെ ചെയ്യണം ഭക്തി, നമ്മുടെ കർമ്മങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഇതിൽ വളരെ പ്രധാനമായിട്ട് പറയുന്നു. അപ്പൊ ഈ ശ്ലോകവും ഇതും ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഭക്തിയിൽ നമുക്ക് നമ്മുടെ ജ്ഞാനവും വൈരാഗ്യവും കൊണ്ടുവരാനായിട്ട് ഈ ശ്ലോകത്തിൽ നമുക്ക് സാധിക്കും. ഭക്തിക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ ഉള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുക, ഭക്തി മറന്നുകൊണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ മാറ്റിവെക്കുക. ഇതിനകത്ത് പറയുന്നുണ്ട്, എന്താണ് പർപ്പോട്ടിനകത്ത് പ്രഭുപാദ് ഒരു ഇത് പറയുന്നുണ്ട്, എന്താണ് വ്യക്തിപരമായ പ്രവൃത്തിയും ഉത്തരവാദിത്വവും മിഥ്യാഹങ്കാരത്തിൽ നിന്നും നിരീശ്വര അഥവാ കൃഷ്ണബോധമില്ലായ്മയിൽ നിന്നും ഉടലെടുക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ആക്ച്വലി നമ്മളുടെ ജൈവധർമ്മം എന്ന് പറയുന്നത് കൃഷ്ണന്റെ നിത്യ സേവകന്മാരാണ്. ജീവേര കൃഷ്ണ നിത്യദാസ്, നിത്യമായിട്ട് കൃഷ്ണന്റെ ദാസനാണെന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ നമ്മളുടെ ഇറ്റേണൽ ആക്ടിവിറ്റി. ബാക്കി എല്ലാം തന്നെ നമ്മൾ വ്യക്തിപരം എന്ന് നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളും നമ്മുടെ ഉത്തരവാദിത്തങ്ങളും എല്ലാം ഭൗതിക ശരീരം എടുത്തുകൊണ്ട് മാത്രമുള്ളതാണ്. പക്ഷെ ആക്ച്വലി നമ്മളുടെ പ്രവൃത്തിയും നമ്മൾ ചെയ്യേണ്ട കർമ്മവും ആക്ച്വലി ഭഗവാന്റെ സേവനമാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മവും ഈ കാര്യങ്ങളും അതിലേക്ക് ചെന്നെത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതിൽ കാര്യമില്ലാതായി പോകും. അപ്പോ ഭക്തി അനുകൂല മാത്ര കാര്യ സ്വീകാരം, ഭക്തിക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സ്വീകരിക്കണം. അതുപോലെ ഭക്തിക്ക് പ്രതികൂലമായിട്ടുള്ള ഭാവം നമ്മൾ വർജിക്കണം. ഹ്യൂമിലിറ്റി, താഴ്മ വളരെ പ്രധാനമാണ്. ഭക്തന്മാര് തമ്മിലുള്ള എന്താ പറയാ സ്നേഹബന്ധങ്ങൾ വളരെ പ്രധാനമാണ്. മറ്റു ഭക്തന്മാരെ നിന്ദിക്കാതിരിക്കുക, അത് ഭക്തിക്ക് പ്രതികൂലമാണ്. ഭക്തിനെ നമ്മൾ പിന്നോട്ട് വലിക്കുക. അപ്പൊ മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്ന രീതിയിൽ, മറ്റു ഭക്തന്മാർക്ക് വേദന ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളോ പ്രവൃത്തിയോ ചെയ്യാതിരിക്കുക. മുമ്പത്തെ ശ്ലോകത്തിൽ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട് പ്രഭുപാദ്, അതായത് മനസ്സും നമ്മുടെ വാക്കുകളും അതുപോലെ തന്നെ പ്രവൃത്തിയും, ഇത് മൂന്നും വളരെ പ്രധാനമാണ്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും സത്വഗുണത്തിൽ വന്നേ സാധിക്കുള്ളൂ. അപ്പൊ ഗുണങ്ങൾ ആദ്യം വരണം. ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരുവൻ വൈഷ്ണവനാണോ അല്ലയോ എന്നുള്ളത് നിർവചിക്കപ്പെടുന്നത്. അപ്പൊ വൈഷ്ണവൻ എന്നുള്ളത് ആദ്യം വരില്ല, ഗുണങ്ങൾ ആദ്യം വരുന്നത്. ഗുണങ്ങൾ വന്നതിന് ശേഷം പിന്നെയാണ് വൈഷ്ണവനാണോ എന്നുള്ളത്. അപ്പൊ അതിലേക്കുള്ള ഓരോ വ്യക്തികളുടെയും സെൽഫായിട്ടുള്ള ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോ ഇതില് ഭക്തിവിനോദ് ഠാക്കൂർ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഭക്തിക്ക് അനുകൂലമായിട്ടുള്ളത് സ്വീകരിക്കണം, ഭക്തിക്ക് പ്രതികൂലമായിട്ടുള്ളത് വർജിക്കണം. പിന്നെ പറയാണ് ഷഡംഗ ശരണാഗതി ഹോയ്ബേ ജഹാര. അങ്ങനെ കൃഷ്ണനിൽ ശരണാഗതി ചെയ്യാനുള്ള കാര്യങ്ങൾ എനിക്ക് നൽകണം എന്ന് ഭക്തിവിനോദ് ഠാക്കൂർ പ്രാർത്ഥിക്കുകയാണ്. കൃഷ്ണന്റെ ചരണങ്ങളിൽ ശ്രീ നന്ദകുമാര, ആ നന്ദകുമാരന്റെ ചരണങ്ങളിൽ ഭക്തി സേവനം ചെയ്യാനുള്ള ശരണാഗതിക്കുള്ള അവസരം എനിക്ക് നൽകണേന്ന് പ്രാർത്ഥിക്കണം. എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? ഗോസ്വാമിമാരുടെ പാദത്തില് രണ്ട് കൈകൊണ്ടും പിടിച്ച് രൂപസനാതന പാതേ ദണ്ഡേ തൃണകോരി ഭക്തി വിനോദ പാതേ ദുഹും പാദധോരി. ആ രണ്ട് പാദങ്ങളും മുറുക്കെ പിടിച്ചുകൊണ്ട്, കാരണം ചൈതന്യ മഹാപ്രഭു പറഞ്ഞു കൊടുത്തെങ്കിലും ഗോസ്വാമിമാർക്കാണ് അത് അറിയുന്നത്.
അപ്പൊ ഗോസ്വാമിമാരുടെ പാദം പിടിച്ചാലാണ് ഭക്തിവിനോദ് ഠാക്കൂറിന് എളുപ്പമായിട്ട് അതെങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് മനസ്സിലാവുള്ളൂ. നമ്മളെ സംബന്ധിച്ചെടുത്ത് ശ്രീല പ്രഭുപാദർ അതെങ്ങനെ ചെയ്ത് കാണിച്ചു, ശ്രീല പ്രഭുപാദന്റെ ശിഷ്യന്മാര് നമുക്കത് എങ്ങനെയാണ് ആ ഭാവം കാണിച്ചു തന്നിട്ടുള്ളതെന്ന് നമ്മൾ നോക്കി പഠിക്കണം. അതിലൂടെ മാത്രമേ നമുക്ക് ആ ഭാവത്തിലേക്ക് നമുക്ക് ഉണരാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഭക്തിവിനോദ് ഠാക്കൂർ കരഞ്ഞുകൊണ്ട് പാടുകയാണ്, കാണ്ടിയ കാണ്ടിയ ബോലെ ആമി തോ അധമ സിഖായേ ശരണാഗതി ഓരോഹേ ഉത്തമ. അപ്പൊ ഈ ഉത്തമ ഭക്തിക്ക് വേണ്ടിയിട്ടുള്ള ഈ ശരണാഗതി അല്ലയോ രൂപസനാതന ഗോസ്വാമി നമസ്കരിച്ചുകൊണ്ട് ഭക്തിവിനോദ് ഠാക്കൂർ പ്രാർത്ഥിച്ചുകൊണ്ട് പറയുകയാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലും ഭക്തി ചെയ്യുന്ന സന്ദർഭത്തിൽ പോലും മറ്റ് ഭക്തന്മാരെ നിന്ദിക്കുകയോ ഭക്തിക്ക് പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യാതിരിക്കാൻ നമ്മൾ ഓരോ നിമിഷവും നമ്മൾ ശ്രദ്ധിക്കണം. ഭക്തന്മാർക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യാൻ എപ്പോഴും നമ്മൾ ആ ഒരു ഉത്സാഹം നമുക്കത് ഉണ്ടായിരിക്കണം, വളരെ പ്രധാനമാണ്. അപ്പൊ ഭഗവാനിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടുള്ള ആധ്യാത്മിക ജ്ഞാനം പരിത്യാഗം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പ്രഭുപാദര് പർപ്പട്ടിൽ പറയുന്നുണ്ട്. ഭഗവാനിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വീകരിക്കണം. പക്ഷെ ഭഗവാനിൽ നിന്നും നമുക്ക് ദൂരെ പോകുന്ന എല്ലാ, അത് കർമ്മമായിക്കോട്ടെ ജ്ഞാനമായിക്കോട്ടെ, ഈ കാര്യങ്ങള് അത് ദൂരീകരിക്കണം എന്നാണ് പറയുന്നത് പ്രഭുപാദ്. വളരെ പ്രധാനമാണ്. അപ്പൊ ഭാവഭക്തി എന്ന് പറയുന്നത് അത്ര എളുപ്പം കിട്ടുന്നതല്ല. അഞ്ചാമത്തെ ശ്രീമദ് ഭാഗവതം 5-ാമത്തെ സ്കന്ധത്തില് ഒരു ഇതിൽ പറയുന്നുണ്ട്, ശ്ലോകത്തില് പരീക്ഷിത് മഹാരാജിനോട് സുഖദേവ് ഗോസ്വാമി പറയുന്നതാണ്, കൃഷ്ണൻ യദുവംശരെയും പാണ്ഡവന്മാരെയും സംരക്ഷിച്ചു, ഉപദേശിച്ചു. അവരുടെ ആരാധ്യ ഭഗവാൻ തന്നെയായിരുന്നു ഭഗവാൻ, ആരാധ്യമൂർത്തിയായിരുന്നു ഭഗവാൻ. എന്തിന് അവരുടെ സേവകനായിട്ട് പോലും ഭഗവാൻ നിന്നു. പക്ഷേ ഭഗവാൻ മുക്തി കൊടുക്കും. ഈ അധ്യായം എന്ന് പറഞ്ഞ മോക്ഷയോഗ അധ്യായമാണ്. ഭഗവാൻ മുക്തി കൊടുക്കും. പക്ഷെ ഭഗവാന്റെ ഭാവഭക്തി ഭഗവാനെ ആരാധിക്കുന്നവർക്ക് പോലും എളുപ്പത്തിൽ കിട്ടില്ല എന്നാണ് പറയുന്നത്. ശ്രീമദ് ഭാഗവതം 5:6-18. ഭഗവാനെ ആരാധിക്കുന്ന വ്യക്തികൾക്ക് പോലും അത്ര എളുപ്പമല്ല കിട്ടാൻ, എന്നാ അസാധ്യവുമല്ല. അപ്പൊ കൃഷ്ണൻ നമ്മളെ നന്നായിട്ട് പരീക്ഷിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ജ്ഞാനത്തിലുള്ള ഭക്തിയും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലുള്ള പ്രവൃത്തിയും ആ പരിത്യാഗത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശുദ്ധസത്വത്തിലേക്ക് വരണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇന്നത്തെ ശ്ലോകത്തിന്റെ ഒരു സാരാംശം, ആ ത്യാഗത്തിന്റെ ഏറ്റവും മൂർത്തിമമായിട്ടുള്ള ഇതിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശുദ്ധസത്വത്തിലേക്ക് നമ്മൾ ഉണരണം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് വരണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഡിസ്കഷൻ ഉണ്ടെങ്കിൽ ചെയ്യാം. ഹരേ കൃഷ്ണ. അതായത് 3 ഗുണങ്ങളാണല്ലോ പറയുന്നത്, തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം. അപ്പൊ ഒരു വ്യക്തിയുടെ ഒരു ജീവിതം എടുത്തു കഴിഞ്ഞാല്, ഒരു ദിവസം എടുത്തു കഴിഞ്ഞാല് 3 ഗുണങ്ങളും ഉണ്ട് ഇല്ലേ? പകൽ സമയങ്ങള് സത്വഗുണമാണ്, ഉച്ച സമയം രജോ ഗുണത്തിലേക്ക് നമ്മൾ കടക്കും, നമുക്ക് ചെറിയ ഉറക്കവും കാര്യങ്ങളൊക്കെ വരും. രാത്രിയാകുമ്പോൾ നമ്മൾ തമോ ഗുണത്തിലേക്ക് പോകും. അത് ആ കാലത്തിനും അതുപോലെ ഈ 3 കാര്യങ്ങളുണ്ട്. അതുപോലെ ഒരു വ്യക്തിയിലും, ഒരു വ്യക്തിയുടെ സ്വഭാവത്തിലും എല്ലാവരുടെയും ഉള്ളിൽ ഈ 3 കാര്യങ്ങളുണ്ട്. ഭൗതിക ശരീരം എടുത്ത വ്യക്തികൾക്ക് ഈ 3 കാര്യങ്ങള്, ഈ ഗുണങ്ങള് സമ്മിശ്രമായിട്ടുണ്ട്. പക്ഷെ ഇതിനെ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഹരിനാമത്തിന്റെ പ്രാധാന്യം. വളരെ പ്രധാനമായിട്ട് പറയുന്നത് ശ്രവണം, കീർത്തനം ഏറ്റവും മുഖ്യമാണ്. ശ്രവണത്തിന്റെയും കീർത്തനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഉള്ളിലുള്ള അനർത്ഥങ്ങൾ ആദ്യം മാറുന്നത്. അപ്പൊ നാമജപവും
അതുപോലെ തന്നെ ഭാഗവത പാരായണം, ഗീതാപാരായണം ഇത് വളരെ പ്രധാനമാണ്. അത് ഭക്തന്മാർ തമ്മിൽ ചർച്ച ചെയ്യുക, വായിക്കുക. നമുക്ക് അത് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു റിയലൈസേഷൻ, ആനന്ദം, അത് മറ്റ് ഭക്തന്മാരായിട്ട് ആ ആനന്ദം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് ഭഗവാനിന് ആനന്ദം കിട്ടുന്നതുകൊണ്ടാണ് നമുക്ക് കിട്ടുന്നത്. ഭഗവാൻ അത് ആനന്ദിക്കുന്നുണ്ട്. അപ്പൊ ഒരു ഭക്തനെ നമ്മൾ നിന്ദിക്കുന്ന സമയത്ത് ഭഗവാൻ വിഷമിക്കുന്നുമുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ഭക്തരോടും നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് നമ്മൾ സംസാരിക്കണം, അളന്ന് സംസാരിക്കണം. ആ വ്യക്തി എങ്ങനെയാണ് എടുക്കുന്നത്, കാഴ്ചയിലുള്ള ആ വ്യക്തിയുടെ നിറമോ ഇല്ലെങ്കിൽ കുറവുകളെ പറ്റി നമ്മൾ പറഞ്ഞ് ഒരാളെ എന്തെങ്കിലും നമ്മൾ താഴ്ത്തി കെട്ടുകയാണെങ്കിൽ ആ വ്യക്തി എത്രമാത്രം ഇമോഷണൽ ട്രോമയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് പലർക്കും മനസ്സിലാകുന്നില്ല. അപ്പൊ ഒരു വ്യക്തിനെ ബാഹ്യമായിട്ടുള്ള വിലയിരുത്തലുകൾ വെച്ചിട്ട് പ്രത്യേകിച്ച് ഭക്തന്മാരെ നമ്മൾ നിന്ദിക്കാൻ പാടില്ല. അത് ഭക്തിക്ക് വിരുദ്ധമാണ്. അപ്പോ ശുദ്ധ സത്വം എന്ന് പറയുന്നത് സത്വഗുണത്തിലുള്ള വ്യക്തികൾ പോലും ഇതുപോലെ ചെയ്യില്ല, ഇല്ലേ? ഇതുപോലെ ചെയ്യില്ല. പക്ഷെ ഈ സത്വഗുണവും കഴിഞ്ഞ് ശുദ്ധ സത്വത്തിൽ മാത്രമേ ഭാവഭക്തി കിട്ടുള്ളൂ എന്നാ പറയുന്നത്. ഭാവഭക്തി കിട്ടില്ല, അല്ലേ? അപ്പൊ നമ്മള് സാധന ഭക്തിയിലൂടെ അഭ്യാസനം ചെയ്ത് ഭാവഭക്തിയിലേക്ക് ഉണർന്ന് ഭാവഭക്തിയിൽ വന്നിട്ടാണ് പിന്നെ ശുദ്ധസത്വം വരുള്ളൂ, മനസ്സിലായി? അപ്പൊ അത് ഭഗവാന്റെ കാരുണ്യം വേണം. അതുവരെയുള്ള പരിശ്രമം മാത്രമാണ് നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ, മനസ്സിലായത്? അപ്പൊ കൃത്യമായിട്ടുള്ള ശ്രവണം, കീർത്തനം, സത്സംഗം, സേവനം വളരെ പ്രധാനമാണ്. ഇതെല്ലാം സമ്മിശ്രമായിട്ട്, പ്രധാനമായിട്ട് സത്സംഗം എന്ന് പറയുമ്പോൾ സത്വഗുണത്തിൽ തന്നെ ആയിരിക്കണം സത്സംഗം. വെറുതെ വന്ന് കൂടിയിട്ട് പോയി ബാക്കി വീട്ടിലെ കാര്യങ്ങളും ഇതും സംസാരിച്ച് പോയിട്ട് കാര്യമില്ല, ഇല്ലേ? സത്വഗുണത്തിലുള്ള ഭഗവാനെ പറ്റിയുള്ള ചർച്ചകളും ഗീതോപദേശങ്ങള്, ഈ കാര്യങ്ങൾ നമ്മൾ പഠിച്ചതും മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അത് ഭഗവാന് ഇഷ്ടമാണ്. നമ്മളന്ന് തുറവൂർ പോകുമ്പോ ബിനു പ്രഭുവായിട്ട് കുറച്ചു നേരം സംസാരിച്ചല്ലേ? അപ്പൊ അദ്ദേഹത്തിന് അത് കേൾക്കാൻ ഭയങ്കര ഉത്സാഹമാണ്. അപ്പൊ അങ്ങനെയുള്ള ഉത്സാഹമുള്ള ഭക്തന്മാരെ അത് കേൾക്കുമ്പോൾ നമുക്കത് പറയാനും തോന്നും. കാരണം എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഉള്ളിലും പറയുന്ന വ്യക്തിയുടെ ഉള്ളിലും അത് പറയുമ്പോൾ ഭഗവാന് ആനന്ദം കിട്ടുന്നുണ്ട്. കാരണം ചർച്ചാ വിഷയം ഭഗവാനാണ്, നമ്മൾ സേവകന്മാര് മാത്രമാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഭഗവാൻ ആനന്ദം കിട്ടുന്നത് കൊണ്ടാണ് അതിന്റെ ഒരു ആനന്ദത്തിന്റെ ഒരു അംശം നമുക്കും മനസ്സിലാവുന്നത്. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ സ്വന്തം ഇച്ഛയ്ക്ക് നമുക്ക് ആനന്ദം കിട്ടാൻ വേണ്ടി ചെയ്യരുത്. നമുക്ക് ആനന്ദം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഗീതോപദേശം കൊടുക്കുകയോ ഇല്ലെങ്കിൽ കീർത്തനം ചൊല്ലുകയോ നമ്മുടെ ആനന്ദത്തിന് വേണ്ടിയിട്ടല്ല. ഒരിക്കൽ വൃന്ദാവനത്തില് കുറെ ഭക്തന്മാര് ചെന്ന സമയത്ത് പ്രഭുപാദര് കൂട്ടമായിട്ട് ചെന്നു, പ്രഭുപാദര് ശിഷ്യരും കുറെ പേര് ആയിട്ട് ചെന്നിട്ട് വൃന്ദാവനത്തിൽ ജപിക്കുകയായിരുന്നു. അപ്പൊ ജപം കഴിഞ്ഞ് എല്ലാവരും മടങ്ങി, എല്ലാവരും എണീറ്റു. പക്ഷെ ഒരു ഭക്തൻ അവിടെ ഇരുന്ന് ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പ്രഭുപാദർ തട്ടി വിളിച്ചിട്ട് അപ്പൊ അദ്ദേഹം കണ്ണു തുറന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പ്രഭുപാദ് എനിക്ക് ഇവിടുന്ന് പോവാൻ തോന്നുന്നില്ല, എനിക്ക് ജപത്തിൽ ഭയങ്കര ആനന്ദം കിട്ടുന്നു, ഭയങ്കര ഹാപ്പിനെസ് തോന്നുന്നു, അപ്പൊ എനിക്ക് ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞു. പ്രഭുപാദ് പറഞ്ഞു, മതിയാക്കി, എണീറ്റ് വാ, ഇത് വൃന്ദാവനമാണ്, ഇത് കൃഷ്ണന്റെ ആനന്ദത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്, നിന്റെ ആനന്ദത്തിനുള്ള സ്ഥലമല്ല. അപ്പൊ ഭാവം വളരെ പ്രധാനമാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമുക്ക് നമ്മളുടെ ഉള്ളിലുള്ള സെൻസ് എൻജോയ്മെന്റിന് വേണ്ടിയിട്ടാണോ, ഭുക്തിക്ക് വേണ്ടിയിട്ടാണോ, മുക്തിക്ക് വേണ്ടിയിട്ടാണോ, അതോ ഭക്തിക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പൊ ഭക്തി എന്ന് പറയുന്നതിൽ മറ്റുള്ളത് ഓട്ടോമാറ്റിക്കലി വരും, മനസ്സിലായോ? പക്ഷെ മറ്റുള്ളതിൽ ശുദ്ധസത്വം വരില്ല. അപ്പൊ ഭക്തിയിലുള്ള പ്രവൃത്തികൾ, ഭക്തിക്ക് വേണ്ടിയിട്ടുള്ള ജ്ഞാനം, ഇത് വളരെ പ്രധാനമാണ്. അതിൽ നമ്മൾ ഊന്നൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളെല്ലാം ഭഗവാൻ ഓട്ടോമാറ്റിക്കലി ചെയ്യും. കാരണം ഈ ശ്ലോകത്തിൽ പറയുന്ന പോലെ എന്ത് കർമ്മവും അത് സാങ്ഷൻ ചെയ്യുന്നത് സാക്ഷാൽ ആ പരമാത്മാവും ഭഗവാൻ എന്നുള്ള വ്യക്തിയാണ് എല്ലാം ചെയ്യുന്നത്, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ. കൃഷ്ണന്റെ കയ്യിലാണ് എല്ലാത്തിനെയും കൺട്രോൾ. പക്ഷെ നമ്മളുടെ പ്രകൃതിയെ ക്രിയമാണാനി ഗുണൈ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മ കർത്ത അഹമിതി മന്യത്തെ. ഞാനാണ് കർത്താവ്, ഡൂവർ എന്നുള്ള അഹങ്കാരം, മിഥ്യാഹങ്കാരമാണ് നമ്മളെ അങ്ങനെ ചിന്തിപ്പിക്കുന്നത്. പക്ഷെ അല്ല, ആ ചിന്ത വരുന്നത് ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? പ്രകൃതി ക്രിയമാണാനി. ആ ഗുണങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് ത്രിഗുണങ്ങളാണ്. ഇപ്പൊ മതയി ചോദിച്ചത് അല്ലേ? ആ ത്രിഗുണങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഭഗവാന്റെ എനർജി തന്നെയാണ്, മഹാമായിയാണ്. കണ്ടീഷൻഡ് സോൾ ആണെങ്കിൽ മഹാമായിയാണ് കൺട്രോൾ ചെയ്യുന്നത്.
പക്ഷെ ഭക്തിയിൽ വരുന്നവര് ശുദ്ധസത്വത്തിൽ വന്നു കഴിഞ്ഞാൽ അത് പിന്നെ യോഗമായ അവരെ കൃഷ്ണഭക്തിയിലാണ് പിന്നെ ഏർപ്പെടുത്തുന്നത്. അപ്പൊ ആ ശുദ്ധസത്വത്തില് രജോ ഗുണ തമോ ഗുണ സത്വഗുണത്തിന്റെ അതീതമായിട്ടുള്ള കൃഷ്ണഭക്തിയിലേക്ക് നമ്മൾ ഉയരണം എന്നാണ് പറഞ്ഞതിന്റെ സാരാംശം. ചെയ്യണം. അതെ. തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം. അങ്ങനെ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തിക്കാണ് എന്ത് ദദാമി ബുദ്ധിയോഗം തം ഏനമാം ഉപയാഞ്ചിതേ. അയാൾക്കാണ് സ്പിരിച്വൽ ഇന്റലിജൻസ് ആരെ കൊടുക്കുന്നത്? ഭഗവാനാണ് പ്രദാനം ചെയ്യുന്നത്, ഭഗവാനാണ് കൊടുക്കുന്നത്. മത്ത സ്മൃതിർ ജ്ഞാനം അപോഹനം ച അല്ലെ, വേദാന്ത സൂത്രത്തിലും ഗീതയിലും പറയുന്നുണ്ട്. 15ാമത്തെ അധ്യായത്തിൽ പറയുന്നത് അവർക്ക് ഒരാൾക്ക് ഓർമ്മ, ഒരാൾക്ക് മറവി, ജ്ഞാനം ഇതെല്ലാം കൊടുക്കുന്നത് കൃഷ്ണനാണ്. കൃഷ്ണനിൽ നിന്നാണ് വരുന്നത്. അത് ഭക്തി ആയിക്കോട്ടെ, ഭൗതികമായിട്ടുള്ള പ്രവൃത്തി ആയിക്കോട്ടെ, അത് ചെയ്യാനുള്ള കാര്യം ഭഗവാനാണ് സാങ്ഷൻ ചെയ്യുന്നത്. പക്ഷെ അത് ചെയ്യേണ്ടത് ശാസ്ത്രാടിസ്ഥാനത്തിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സത്വഗുണത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതല്ല, ഭൗതികമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള കർമ്മബന്ധനം നമുക്ക് ഉണ്ടാകും. നമ്മൾ വീണ്ടും ജനനം എടുക്കണം. ആ ചെയ്തതിന്റെ അനുഭവം, അതിന്റെ ഒരു റിയാക്ഷൻസ് നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഭക്തിയോഗ പ്രയോജന അത് പറഞ്ഞില്ലേ, അത് പറയുന്നത് കാരണം ഭക്തിയോഗത്തിലൂടെ നമ്മൾ പോയാൽ അപൈതൃകമായ ജ്ഞാനം ലഭിക്കുന്നു. പക്ഷെ അത് പറഞ്ഞപ്പോ തിരിച്ചല്ല, അത് തെറ്റാണെന്ന് പറഞ്ഞല്ലോ. ജ്ഞാനം തെറ്റെന്ന് പറയുന്നത് ആ കോൺടെക്സ്റ്റിൽ അതായത് നമ്മള് ഒന്നുമില്ലാത്ത ഒരാളെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ ഒരു പടിയായിട്ട് കരുതി. തെറ്റാന്ന് പറഞ്ഞില്ല, തെറ്റല്ല. ഞാൻ പിന്നീട് ഒരു കാര്യം പറഞ്ഞു, സെന്റൻസ് പറഞ്ഞു. അതായത് നമുക്ക് ഭൗതിക ശരീരം എടുത്ത വ്യക്തികളാണ്. അപ്പൊ ഭൗതിക ശരീരം എടുത്ത വ്യക്തികൾക്ക് ആ തുടക്കത്തിലാണെങ്കിൽ പോലും എന്താണ് ഭക്തി ചെയ്യണമെങ്കിലും ഒരു മിനിമം നോളജ് ആവശ്യമാണ്, ഒരു മിനിമം വൈരാഗ്യം ആവശ്യമാണ്. അതില്ലാതെ ഒരു വ്യക്തിയും ഇവിടെ വന്നിരിക്കുന്നില്ല ഇപ്പൊ, ഇല്ലേ? ഇസ്കോണിനെ പറ്റിയുള്ള അറിവും ഇസ്കോണിന്റെ സാത്വിക ഗുണങ്ങളും, ഇല്ലേ, സത്സംഗത്തിന്റെ ഗുണങ്ങളോ അല്ലെങ്കിൽ സേവയിലുള്ള മഹിമകളോ എന്തെങ്കിലും അറിഞ്ഞ വ്യക്തികൾ, അത് അറിഞ്ഞവരും കണ്ടറിഞ്ഞവരും ചെയ്തറിഞ്ഞവരും അതിനെപ്പറ്റി ജ്ഞാനം കിട്ടിയവരും, ഇല്ലേ, ആ കിട്ടിയ വ്യക്തികളാണ് ഇവിടെ വന്നിരിക്കുന്നത് എല്ലാവരും. ചിലപ്പോൾ ഇവിടെ ആയിരിക്കണമെന്നില്ല, എവിടെയെങ്കിലും. അത് പ്രഭുപാദന്റെ കാരുണ്യമാണ്. അപ്പോ കർമ്മമായാലും ജ്ഞാനമായാലും അതിനകത്ത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഭക്തിക്ക് വേണ്ടിയിട്ട് അത് ഒരു വിത്ത് തരുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് ഒരു പരിധിവരെ കിട്ടുള്ളൂ. ഉത്തമ ഭക്തിയിലേക്ക് അത് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നാണ്. അപ്പൊ അതാണ് ഞാൻ ആ സെന്റൻസ് പറഞ്ഞത്. ഉത്തമ ഭക്തിയിലേക്ക് നമുക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് തിരിച്ചു വരണം. പക്ഷെ ഭൗതികാവസ്ഥയിൽ നമുക്ക് തീർച്ചയായിട്ടും അത് സഹായകരമാണ്. ഭക്തിയിലെ തുടക്കക്കാരന്, ഒരു നിയോഫൈറ്റ് ഡിവോട്ടിക്ക് സഹായകരമാണ്. പക്ഷെ ഒരു മധ്യമാധികാരി സ്റ്റേജിലൊക്കെ വന്ന് നമ്മൾ ആ ഒരു പക്വത കിട്ടുന്ന സമയത്ത് അത് അങ്ങനെയല്ല, അവർക്ക് മനസ്സിലാവും. അതാണ് റിയലൈസേഷൻ. നമ്മൾ ആ ചെയ്യുന്ന പ്രോസസ്സ് കൃത്യമായിട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന എന്താണ് വൈരാഗ്യവും ജ്ഞാനവും. മനസ്സിലായോ? ശിക്ഷാഷ്ടത്തിൽ ആദ്യത്തെ പറഞ്ഞത് ഹരികൃഷ്ണ മഹാമന്ത്രം കൊണ്ട് വിദ്യാവധു ജീവനം ആനന്ദാമ്പുതി വർദ്ധനം. വിദ്യ വധു പോലെ ഓട്ടോമാറ്റിക്കലായിട്ട് ഒരു പുരുഷൻ, ഒരു ഭർത്താവ് എങ്ങനെ പോകുമ്പോൾ കൂടെ വധു എങ്ങനെ കൂടെ പോകുന്നു എന്ന് പറയുന്ന പോലെ വിദ്യ ഓട്ടോമാറ്റിക്കലി ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്ന ആൾക്ക് വരും എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഭക്തിയോഗ വിധാനാർത്ഥം, അതാണ് ഭക്തിയോഗ പ്രയോജിത എന്ന് പറഞ്ഞത്. അപ്പൊ ഭക്തിയോഗം ചെയ്യുന്നതുകൊണ്ട് നമുക്കിത് ഓട്ടോമാറ്റിക്കലി അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരും. പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്, ആ ജ്ഞാനവും വൈരാഗ്യത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ സത്വഗുണത്തിൽ നിന്നുകൊണ്ട് ചെയ്യാനുള്ള പരിശ്രമം അത് നമ്മളുടെ ഉള്ളിലാണ്. അതൊരു നാലാമത്തെ കാര്യം ഉണ്ടായിരുന്നു, അത് ഉദ്യമം എന്ന് പറയുന്നത്. ആ 5 കാര്യങ്ങൾ ഒരെണ്ണം ഉദ്യമമാണ്. അപ്പൊ ആ ഉദ്യമം ഭൗതിക കർമ്മത്തിലായാലും ആധ്യാത്മിക കർമ്മത്തിലാണെങ്കിൽ ആ ഉദ്യമവും ഉണ്ട്. അപ്പൊ ഈ 4 കാര്യങ്ങളും ഭൗതികമായിട്ടുള്ള തലത്തിലാണ് ചെയ്യുന്നത്. പക്ഷെ കൃഷ്ണന്റെ സാങ്ഷൻ മസ്റ്റാണ് ഏത് കാര്യങ്ങളും നടക്കണമെന്നുണ്ടെങ്കിൽ. നമ്മളൊരു കോർട്ട് കേസിന് വേണ്ടി വിഷയം സംബന്ധിച്ച് നമ്മൾ ഒരു കാര്യത്തിന് പോവുകയാണെങ്കിലും ശരി,
ടെൻഡറിന്റെ പർച്ചേസിന് വേണ്ടി പോവുകയാണെങ്കിൽ ശരി, ബുക്ക് ഡിസ്ട്രിബ്യൂഷന് പോവുകയാണെങ്കിൽ ശരി, ഓരോ ഇതിനകത്തും ഭഗവാന്റെ ഇച്ഛ ഭഗവാന്റെ പ്രസൻസ് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു ബുക്ക് കൊടുക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ എന്തോ കഴിവ്, നമ്മളൊരു സെന്റൻസ് പറഞ്ഞപ്പോഴാണ് അവരെടുത്തെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അല്ല, ആൾക്കാർക്ക് അറിയാം 10,000-കണക്കിന് ആൾക്കാർ കപ്ലന്റ് വായിലിട്ടിട്ട് നടന്നു പോകും. അതിലൊരു 1000 ആൾക്കാരാണ് സ്റ്റോളിലേക്ക് നോക്കുള്ളൂ. 100 പേരെ അടുത്ത് വന്ന് നോക്കി ഒരു ബുക്ക് വായിക്കുള്ളൂ. അതിലൊരു 10 പേരാണ് ബുക്ക് എടുത്ത് തുറന്ന് വായിച്ച് നമ്മൾ പറയുന്നത് കേൾക്കാൻ നിൽക്കുള്ളൂ. അതിൽ ഒരാളാണ് പുസ്തകം എടുത്തിട്ട് വാങ്ങിച്ചിട്ട് പോകുന്നത്. ഇത് നമ്മളുടെ അനുഭവമാണ് ഇല്ലേ? അപ്പോ കൃഷ്ണന്റെ പ്രേരണ മനസ്സിലായോ? ആ വ്യക്തിയുടെ ഉള്ളില് ആ പ്രേരണ കൊടുക്കുന്നത് നമ്മളല്ല. ആ വ്യക്തിക്ക് കപ്പലണ്ടിങ് കഴിച്ച് അതിലേ പോകാമായിരുന്നു. പക്ഷെ ആ വ്യക്തിക്ക് സ്റ്റോളിലേക്ക് വരാൻ തോന്നുന്ന പ്രേരണ കൊടുത്തത് ഭഗവാനാണ്. അപ്പൊ നമ്മളല്ല കാരണം. നമ്മൾ സ്റ്റോൾ ഇട്ടു, നമ്മൾ ചെയ്യാനുള്ള നമ്മുടെ കർമ്മം വൃത്തിയായിട്ട് നമ്മൾ സേവനത്തിന് വേണ്ടി ചെയ്തു. അത് ചെയ്യുക തന്നെ വേണം. നമ്മുടെ സാധന വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നതിൽ ഭഗവാൻ നമ്മുടെ നാക്കിൽ വന്നിരിക്കും. അത് നമ്മൾ പറയുന്ന കാര്യം നമ്മൾ ആർജിച്ച ആ ജ്ഞാനം കൃത്യമുള്ളതാണ്, സത്വഗുണത്തിലുള്ള ജ്ഞാനമാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മൾ കൈ നിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിയില്ല. പക്ഷെ പ്രഭുപാദർ പറഞ്ഞതും ഈ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നമ്മൾ ചിലപ്പോൾ പറയുന്നത് നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പറയാനുള്ള യോഗ്യത പോലും ചിലപ്പോൾ നമുക്ക് കാണത്തില്ല. പക്ഷെ ആ പറയുന്ന കാര്യം സത്യമായതുകൊണ്ട്, പരമസത്യമായതുകൊണ്ട് ആ വ്യക്തിക്ക് അത് ആ പ്രേരണ ട്രിഗർ ചെയ്തിട്ട് അത് റിസൾട്ടിലേക്ക് വരും. അപ്പൊ അയാൾ അത് ചെയ്യുമ്പോൾ അയാൾക്ക് സുകൃതിയായി. അയാൾ പൈസ കൊടുത്ത് ഡൊണേഷൻ കൊടുക്കുമ്പോൾ സുകൃതിയായി. ഫുഡ് ഫോർ ലൈഫിന് ഡൊണേഷൻ കൊടുക്കുമ്പോൾ സുകൃതിയായി. അപ്പൊ ഇത് വളരെ പ്രധാനമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അത് ആ ഭക്തനിങ്ങനെ പലർക്കും പിടിക്കുക ആനന്ദമാണ്. അതുകൊണ്ട് പറഞ്ഞത് ശരിയല്ല, മേടിക്കുന്നതാണ്. അപ്പൊ നമ്മൾ തന്നെ ശേഖരിച്ചിട്ടുണ്ടാകുന്നതായിരുന്നു. നമ്മൾ ഓരോരുത്തരും ക്ലാസ് എല്ലാവരും ഓരോ ദിവസത്തെ ക്ലാസ് കിട്ടി ചേർത്താൻ ഭയങ്കര താല്പര്യം. എല്ലാവരും അതിൽ ആ ട്രാൻസെൻഡിൽ ആ ഒരു നമ്മളെ എല്ലാവരും അഡിക്റ്റാണ്. അപ്പൊ അതും ഇത് തമ്മിൽ ഇല്ല, അതിൽ തെറ്റൊന്നുമില്ല. തെറ്റെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് അല്ല, ആ ഭക്തൻ അത് പ്രഭുപാദിന്റെ അടുത്ത് പറഞ്ഞ വിധത്തിലാണ് അത് പ്രഭുപാദ് അതനുസരിച്ചുള്ള ഇതാണ് കൊടുത്തിരിക്കുന്നത്, നിർദ്ദേശമാണ്. മനസ്സിലായോ? അതായത് ഭഗവാന്റെ ആനന്ദത്തിന് വേണ്ടിയിട്ടാണ് ജപിക്കേണ്ടത്. നമ്മൾ കൃഷ്ണന്റെ ആനന്ദത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം നമ്മൾ ദാസന്മാരാണ്. ഇതിനകത്ത് പറയുന്നുണ്ട് പേഴ്സണൽ ആക്ടിവിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഇംഗ്ലീഷിലാണ് ഞാൻ വായിച്ചത്, അതുകൊണ്ട് മലയാളത്തിൽ തപ്പിപ്പോ എനിക്ക് കിട്ടിയില്ല. ആ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അത് നമുക്കില്ല. നമ്മളുടെ ഒരേ ഒരു ആക്ടിവിറ്റിയേ ഉള്ളൂ കൃഷ്ണന്റെ സേവനം. അത് ഭൗതികമായിക്കോട്ടെ ആധ്യാത്മികമായിക്കോട്ടെ, അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് ആവും. പക്ഷെ നമ്മളത് പെർവേർട്ടഡ് ആയിട്ട് ചെയ്യുമ്പോൾ പ്രശ്നം വരും. അപ്പൊ നമ്മൾ ജപിക്കുന്നതാണെങ്കിലും ചൈതന്യ ചരിതാമൃതം ചർച്ച ചെയ്യുന്നതായിക്കോട്ടെ, ഒരു ക്ലാസ് കൊടുക്കുന്നതായിക്കോട്ടെ, സുഖദേവ് മഹർഷി ഭാഗവതം കൊടുക്കുന്നത് സുഖദേവ് മഹർഷിക്ക് ആനന്ദത്തിന് വേണ്ടിയിട്ടല്ല, അത് ഭഗവാന്റെ കീർത്തനമാണ് ചെയ്യുന്നത്. അത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അതെ, അത് ഓട്ടോമാറ്റിക്കലി വരുന്നത്. അതൊരു ബൈ പ്രൊഡക്റ്റ് ആണ്. കാരണം എന്താണ്? പരമാത്മാവിന്റെ അംശമായിട്ട് നമ്മൾ മൈന്യൂട്ടായിട്ട് അംശമാണ്. അപ്പൊ കൃഷ്ണന്റെ ആനന്ദം നമ്മുടെ ഉള്ളിലും അളവുകളിൽ നമുക്കും അത് കിട്ടും. അതാണ് നമുക്ക് കിട്ടുന്ന ഗൂസ് ബംസ്. ആക്ച്വലി അതിൽ തെറ്റില്ല. പക്ഷെ ആ ആനന്ദത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യരുത്. നമ്മുടെ മനസ്സിൽ അത് നമ്മൾ പരിശ്രമിക്കണമെന്നുള്ളതാണ്. ഞാൻ അങ്ങനെയാണെന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ആ ഒരു ഭാവത്തിലേക്ക് നമ്മൾ വരാനാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. അതാണ് ഉത്തമ ഭക്തി എന്നാണ് ശ്രീല ഭക്തി വിനോദ് ഠാക്കൂർ പറയുന്നതാണ്. അന്യാഭിലാഷിത ശൂന്യം ജ്ഞാനകർമാദി അനാവൃതം ആനുകൂല്യന് കൃഷ്ണാനുശീലനം ഭക്തിരുത്തമ. രൂപഗോസ്വാമിയുടെ ഭക്തിയുടെ നിർവചനം അതിന്റെ അടിസ്ഥാനത്തിൽ ഭക്തി വിനോദ് ഠാക്കൂർ എഴുതിയ ഒരു ഗ്രന്ഥമാണ്, ഭാനുസ്വാമി മഹാരാജിന്റെ ബുക്കാണ്. അപ്പൊ അതില് എഴുതിയിരിക്കുന്നതാണ്. അതായത് എങ്ങനെയാണ് നമ്മൾ ഭക്തി ചെയ്യേണ്ടത്, ആ ഭക്തി എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്,
ആനുകൂല്യേന കൃഷ്ണാനുശീലനം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പൊ ഇത് നമ്മൾ ഓരോരുത്തരും നിർവചനം കൊടുക്കുമ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിർവചിക്കും. പക്ഷെ ആചാര്യന്മാർ അങ്ങനെയല്ല. കാരണം പുരുഷോത്തമ യോഗത്തിൽ പറയുന്നുണ്ട്, ക്ഷര അക്ഷര ഭഗവാനായിട്ട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളാണ് അവർക്ക് ഒരിക്കലും ച്യുതി സംഭവിക്കുന്നില്ല. കാരണം അവർക്ക് നിത്യമുക്താത്മാക്കളാണ്. അവരെപ്പോഴും ഭഗവാന്റെ സേവകന്മാരാണെന്നുള്ള പൂർണ്ണ ബോധ്യം അവർക്കുണ്ട്. അപ്പൊ അവര് പറയുന്ന കാര്യങ്ങൾ അപൂർണ ശരണാഗതിയിലുള്ളതാണ്. അങ്ങനെയുള്ള ഭക്തന്മാരുടെ നമ്മൾ കേൾക്കുമ്പോൾ, അവരുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, അവരെഴുതിയ ഗ്രന്ഥം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അതിന്റെ ഒരു അംശമാണ് ഇത്. അവരുടെ ശരണാഗതിയുടെ ഒരു അംശമാണ് നമുക്കിത് പാടുമ്പോൾ ഭക്തിവിനോദ് ഠാക്കൂറിന്റെ ശരണാഗതിയുടെ ഇത് നമുക്കും ഫീൽ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ അത് തെറ്റൊന്നുമല്ല. നമ്മൾ പ്യൂരിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ഇതൊക്കെ വളരെ ആവശ്യമാണ്. നമ്മുടെ പ്രാർത്ഥന പ്യൂരിഫൈ ചെയ്യാനായിട്ട് പ്രധാനമാണ് ഇതെല്ലാം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഉണ്ട്. എങ്ങനെ അത് പുറത്തു വരുന്നതെന്ന് അറിയുന്നില്ല. ആ മൈൻഡ്സെറ്റിന് അത് എളുപ്പമൊന്നും പുറത്തേക്ക് വരാൻ പറ്റില്ല. അതിന് ആൻസർ ഇത് തന്നെയാണ്. ശ്രവണം, കീർത്തനം വളരെ പ്രധാനം. സത്സംഗം സത്സംഗം വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പൊ ആ ഡിഫറൻസ് മനസ്സിലാക്കാനുള്ള ഇന്റലിജൻസ് വളരെ പ്രധാനമാണ്. നമ്മൾ ഇസ്കോണിൽ വന്നു, സംഘമുണ്ട്. നമ്മൾ എടുക്കുന്നത് സംഘമാണോ സത്സംഗമാണോ എന്നുള്ളത് ഇതിനു വേണ്ടിയിട്ടല്ല, നിർവചനമല്ല. മനസ്സിലായോ? ഡിസ്ക്രിമിനേഷൻ അല്ല, ഡിഫറൻഷിയേഷൻ. എന്തിനു വേണ്ടിയിട്ടാ? ഇത് നമുക്ക് കൃഷ്ണനിലേക്ക് നമുക്ക് അടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പ്രതികൂലമായിട്ട് നമ്മൾ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? അത് നമ്മളുടെ തന്നെ ഭക്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റുള്ള ഒരാളെ താഴ്ത്തി കെട്ടാനോ ഇതിനൊന്നുമല്ല. അതിനൊന്നും പോകരുത്. ഒരാളെയും ഭഗവാന്റെ ഇച്ഛയും പെർമിഷനും ഇല്ലാതെ ഒരു വ്യക്തിയും ഈ വാതിൽ കടന്ന് ഇങ്ങോട്ട് അകത്ത് എത്തില്ല. ആ വരുന്ന വ്യക്തികൾക്ക് സേവനം ചെയ്യാനായിട്ട് നമ്മളെല്ലാവരും കമ്മിറ്റഡ് ആണ്. ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ട് ഞായറാഴ്ച വന്നിട്ട് ഇതെല്ലാം ചെയ്തിട്ട് കാര്യമില്ല, ഫുഡ് ഫോർ ലൈഫ് ചെയ്തിട്ട് കാര്യമില്ല. ആ വരുന്ന വ്യക്തി വരാനുള്ളത് കൊണ്ടാണ് നമ്മൾ സേവനം ചെയ്യാൻ ഇവിടെ ഉള്ളത്. നമ്മൾ ഇവിടെ വരേണ്ട ആവശ്യം അപ്പോഴേ ഉള്ളൂ. അപ്പൊ ആ വരുന്ന വ്യക്തിയോട് നമ്മൾ ഒരു കടുത്ത് പറയുകയോ മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കുന്ന രീതിയിലോ എന്തെങ്കിലും ബോഡി ഷേമിങ് ഇല്ലേ? ഭക്തന്മാരുടെ ഉള്ളിൽ പോലും ഇത് ഉണ്ടായിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ പെയിൻഫുൾ ആണ്, വെരി പെയിൻഫുൾ. ഞാൻ നേരത്തെ പറഞ്ഞു അത് ക്ലാസ്സിനിടയിൽ. പക്ഷെ അവര് ഗോത്രൂ ചെയ്യുന്ന ട്രോമാറ്റിക് ഇമോഷണൽ ട്രോമ എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല. മനസ്സിലായോ? സോ ഒരിക്കലും നെവർ, ഡിവോട്ടി ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ, എല്ലാവരും ഡിവോട്ടീസ് ആണ്. ഇസ്കോണിൽ വരുന്നവർ മാത്രമല്ല ഡിവോട്ടീസ്. എവറി പേഴ്സൺ ഈസ് എ ഡിവോട്ടി. നമ്മളുടെ കാഴ്ചക്കാണ് പ്രശ്നം. സോ അകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും ആ കാരുണ്യം എന്ന് പറയുന്നത് ക്വാളിറ്റിയാണ്, ഗുണം. അത് നമ്മൾക്ക് ഉണ്ടായേ പറ്റുള്ളൂ. അത് ഇസ്കോണിനകത്തും പുറത്തും ആവശ്യമാണ്. അതല്ലെങ്കിൽ അത് കാപട്യമാണ്. പ്രഭു ചോദിച്ച ഉത്തരമായോ എന്ന് അറിയില്ല. നമുക്ക് കിട്ടുന്നതായിരുന്നു ഭഗവാന്റെ അംശമായതുകൊണ്ട് നമുക്ക് കിട്ടുന്നു. പക്ഷെ ആ ഡിസൈഡിൽ അങ്ങനെ തോന്നിയത് നമുക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോ അങ്ങനെ ഭഗവാൻ പറയണമെങ്കിൽ അതിന് അതിൻ്റെതായ കാരണമുണ്ടാകും. ആ ഒരു എന്താ പറയുക, അല്ലെങ്കിൽ എന്തോ ആ രീതി അല്ലെങ്കിൽ ആ ഒരു ധ്വനി അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നതുകൊണ്ടായിരിക്കും പറഞ്ഞത്. അവര് സ്വന്തം അണ്ടത്തിന് വേണ്ടിയിട്ടല്ല, ഭഗവാന്റെ അണ്ടത്തിന് വേണ്ടിയിട്ടാണ്. സ്വന്തം അണ്ടത്തിന് വേണ്ടിയിട്ടാണെന്ന് പ്രഭാത്ത് തോന്നിയിട്ടായില്ല. അതെ, വ്യക്തികളാണ് നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ പറയുന്ന ആനന്ദം നമുക്ക് ആനന്ദം കിട്ടാറുണ്ട്. ഭക്തി അത് ആക്ച്വലി ഭക്തിയുടെ അതെ
അത് തീർച്ചയായും സിറ്റുവേഷനിലാണ്. പ്രഭുപാദ് അത് ഏത് സന്ദർഭത്തിൽ ഇപ്പൊ പ്രഭുപാദിന്റെ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് യൂണിവേഴ്സൽ പ്രിൻസിപ്പിളിൽ എടുക്കാൻ സാധിക്കില്ല അല്ലെ? പ്രഭു എനിക്കത് പലപ്പോഴും കറക്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്, ഗോപാൽ ഗോർ പ്രഭു. കാരണം പ്രഭുപാദ് പറയുന്നത് ചിലപ്പോൾ ഒരു സെന്റൻസ് ആയിരിക്കാം, പക്ഷെ അത് സ്ഥലകാല സന്ദർഭം ഇത് വളരെ പ്രധാനമാണ്. അത് ആരോട് പറഞ്ഞു, എപ്പോ പറഞ്ഞു, എങ്ങനെ പറഞ്ഞു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? ചൊല്ലിക്കൊടു, നുള്ളിക്കൊടു, തള്ളിക്കള അല്ലെ? ചില ആൾക്കാർക്ക് ചൊല്ലിക്കൊടുക്കും, ചില ആൾക്കാർക്ക് നുള്ളിക്കൊടുക്കും. അപ്പൊ ഗുരുവിന് അതിനുള്ള പവർ ഉണ്ട്. ഗുരു ക്യാൻ ചാസ്റ്റൈസ്. അപ്പൊ ഗുരുവിന് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള അനർത്ഥം മനസ്സിലാക്കാനുള്ള ശക്തിയുണ്ട്. അപ്പൊ രാധാറാണിയുടെ ഒരു എക്സ്പാൻഷൻസ് ആണ് ഗുരു വരുന്നത്, മനസ്സിലായോ? അപ്പോ അവരുടെ മെർസി കൊണ്ട് ഗുരുവിന് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു സദ്ഗുരുവിന്, ഒരു ശ്രീ ഗുരുവിന് അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള വ്യക്തിക്ക് നമ്മൾ നേർവഴിയിൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ അങ്ങനെ കൊടുത്തൊരു നിർദ്ദേശമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്രയും അതിനകത്ത് മനസ്സിലാക്കിയാൽ മതി. അതായത് ആ ഒരു സെന്റൻസിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും, ഭക്തിയിലെ ജപമായിക്കോട്ടെ, ഹരിനാമ കീർത്തനമായിക്കോട്ടെ, സത്സംഗമായിക്കോട്ടെ, വളരെ പ്രധാനം, സത്സംഗമായിക്കോട്ടെ, ഫുഡ് ഫോർ ലൈഫ് ആയിക്കോട്ടെ, ഏത് സർവീസും, ഇല്ലെങ്കിൽ ഭാഗവതം വായിക്കുന്നത്, പാരായണം, എല്ലാ സർവീസിലും നമ്മൾ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല. ഞാൻ എന്നുള്ളൊരു വാക്ക്, ഞാൻ എന്റെ സേവനം എന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ അതിന്റെ ചെയ്തതിന്റെ ആ ഇത് പോയി പ്രവൃത്തി. കാരണം നമ്മൾ ചെയ്യുന്നതെല്ലാം നമ്മൾ ഒന്നിക്കുന്നത് ഭഗവാന്റെ ആനന്ദത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോ അതിനുവേണ്ടി വരുന്ന ഒരു വ്യക്തി ചെയ്യുന്ന സേവനം അങ്ങനെയല്ല ഇങ്ങനെയല്ല നമുക്ക് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് സങ്കീർത്തനമായിട്ട് കോർത്തിണക്കിക്കൊണ്ട്, പക്ഷെ അതിന് അധികാരപ്പെടുത്തിയ ആൾക്ക് പറയാൻ പറ്റും, സാധിക്കും. അയാൾക്കത് പറയാം, അത് നമ്മൾ സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം, മനസ്സിലായി? അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, മേലുദ്യോഗസ്ഥന്റെ പറഞ്ഞതനുസരിച്ച് ആ പട്ടാളക്കാരൻ വെടിവെച്ചാലും അതിന്റെ ഭവിഷ്യത്ത് അദ്ദേഹത്തിന് വരുന്നില്ല, മനസ്സിലായോ? അതുപോലെ തന്നെ സെന്ററിൽ ഇപ്പൊ മാനേജർ നമുക്ക് ഒരു നിങ്ങൾ തെറ്റാണ്, അത് ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. റിയൽ ഏഗോ എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ, ജീവേര നിത്യദാസ്, ജീവേര സ്വരൂപമായി കൃഷ്ണേര നിത്യദാസ്. അത് ഞാൻ സദാ ഭഗവാന്റെ ദാസനാണ്, കൃഷ്ണ ഞാൻ നിന്റെയാണ്, നിന്റെ മാത്രമാണ്. അപ്പൊ ബാക്കി നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം നമ്മുടെ ഭൗതിക ശരീരം എടുത്തുകൊണ്ടാണ്. നമുക്ക് കുടുംബം വരുന്നതും ബാക്കി കാര്യങ്ങളെല്ലാം ഭൗതിക ശരീരത്തിനാണ്. അപ്പോ ജൈവധർമ്മം വളരെ പ്രധാനമാണ്. നമ്മുടെ വർണ്ണധർമ്മം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന തൊഴിലും ഈ കാര്യങ്ങളൊക്കെ ആ ആദ്യത്തിന്റെ പ്രൈമറി ധർമ്മ, ആ ജൈവധർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപധർമ്മങ്ങൾ പലതും ഉണ്ടാവും, മനസ്സിലായി? പക്ഷെ എന്ന് വെച്ചാൽ നമ്മളത് ചെയ്യണ്ട എന്നുള്ളതല്ല, നമ്മൾ ചെയ്യണം. പക്ഷെ ആ ഫസ്റ്റ് പ്രൈമറി ഗോൾ നമ്മുടെ ധർമ്മം സാക്രിഫൈസ് കൊണ്ട് മറ്റേത് ചെയ്തിട്ട് ഒരു കാര്യവും. അതാണ് പറയുന്നത്. അപ്പൊ എല്ലാം ചെയ്യണം, നമ്മളുടെ ഡ്യൂട്ടി ചെയ്യണം. അതാണ് അർജുന അടുത്ത് പറഞ്ഞത്, യോദ്ധാവാണ്, യുദ്ധം ചെയ്യാതിരിക്കാൻ പറ്റില്ല, അത് നിന്റെ ഡ്യൂട്ടിയാണ്, നീ ക്ഷത്രിയനാണ്, ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ ആ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? നീ ഒരു ഇൻസ്ട്രുമെന്റ് മാത്രമാണ്. നീ ചെയ്യുന്നത് ധർമ്മയുദ്ധമാണ്. ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം, എന്റെ ഇച്ഛയാണ്, കൃഷ്ണന്റെ ഇച്ഛയാണ്. പക്ഷെ കൃഷ്ണൻ അങ്ങനെയല്ല പറയുന്നത്. കൃഷ്ണൻ അർജുനന് കൃത്യമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ട് അർജുനന് അത് മനസ്സിലായി, ഞാൻ ഈ യുദ്ധം ചെയ്യേണ്ടത് ഓൾറെഡി ഇത് നിയോഗമാണ്, ഭഗവാന് ചെയ്യാൻ സാധിക്കും. പക്ഷെ ആ ഇൻസ്ട്രുമെന്റ് ആയിട്ട്, ആ ഭക്തിയോഗത്തിലെ ഇൻസ്ട്രുമെന്റ് ആയിട്ട് എന്നെ ഭഗവാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വെറും ദാസനാണ്, ഞാനത് ചെയ്യേണ്ടവനാണ്, ഞാൻ ഭഗവാന്റെയാണ് എന്നുള്ള ചിന്തയിൽ അദ്ദേഹം ചെയ്തപ്പോൾ അത് ശരണാഗതി. ഹരേ കൃഷ്ണ. അത് നമ്മളുടെ ഓരോ ധർമ്മവും ഉണ്ടല്ലോ, ഓരോ വ്യക്തികൾക്കും. ഭാഗവത്തിൽ വേറെ ഒരു ശ്ലോകത്തിലും ഉണ്ട്, അധപുംബിർ ദ്വിജശ്രേഷ്ഠ വർണ്ണാശ്രമ വിഭാഗസ സ്വാനുസ്ഥിതസ്യ ധർമ്മസ്യ സംസിദ്ധിർ ഹരിഘോഷണം. ഒരു ബിസിനസ്സുകാരനായിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, അവരുടെ പ്രൊഫഷണൽ ഏതായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ഏത് കാറ്റഗറിയിലുള്ള പ്രവൃത്തി അദ്ദേഹത്തിന്റെ ഓക്യുപേഷണൽ ഡ്യൂട്ടി അദ്ദേഹം ചെയ്യുന്നതാണെങ്കിൽ പോലും അദ്ദേഹത്തിന് അത് കണ്ടിന്യൂ ചെയ്യാം. ഒരു ടീച്ചർ ആണെങ്കിൽ ടീച്ചർ. പക്ഷെ അദ്ദേഹം ചെയ്യേണ്ട, അതിന് പ്രധാന ഊന്നൽ കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സ്വാനുസ്ഥിതസ്യ ധർമ്മസ്യ സംസിദ്ധിർ ഹരിതോഷണം. ധർമ്മം ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് ധർമ്മം? ഹരിയുടെ തോഷണം. ഭഗവാൻ ശ്രീഹരിനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് തോഷണം. അപ്പൊ നമ്മൾ ഏത് പ്രവൃത്തി ചെയ്താലും, നമ്മൾ ഏത് വർണ്ണത്തിലോ ഏത് ആശ്രമത്തിലോ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും ഭഗവാൻ ഹരിയുടെ പ്രീതി, ഹരിക്ക് സന്തോഷപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, അതാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പൊ ശാസ്ത്രം അറിഞ്ഞിരിക്കണം,
അപ്പൊ ശാസ്ത്രാനുസരണം ഭഗവാന്റെ ഇച്ഛ മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അതിൽ ചെയ്യുമ്പോൾ നമ്മൾ പ്യൂരിഫൈഡ് ആവും. ആഡ് ചെയ്യാനുണ്ട്. അതിന് മുമ്പ് ആദ്യമായിട്ട് അത് കഴിഞ്ഞ് ക്ലാസ് നിങ്ങളോട് റിക്വസ്റ്റ് ഉള്ളത് പറഞ്ഞു ഇത് ചെയ്യാതിരിക്കുന്നത് പറഞ്ഞതുപോലെ ആഗ്രഹിക്കാം നമുക്ക് സാധിക്കുള്ളൂ. ക്ലാസ് എടുക്കാതിരിക്കുന്നത് എന്ന് പറഞ്ഞു. പിന്നെ ഈ ഒരു പോയിന്റ് പറഞ്ഞത് വൃത്താന്തത്തിലുള്ള ഭക്തൻ നാമം തിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് നിർത്താൻ തോന്നുന്നില്ലാത്ത ആനന്ദം അനുഭവിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ പ്രോത്സാഹനം പറഞ്ഞു ഇതിലേക്ക് എന്റെ ആനന്ദമല്ല കൃഷ്ണന്റെ ആനന്ദമാണ് പ്രധാനം എന്ന് പറഞ്ഞ് കോട്ട് ചെയ്തു. അത് തന്നെയാണ് പറഞ്ഞത്. വെച്ചാൽ നമ്മള് ഓരോ ഇൻസ്ട്രക്ഷൻ നമ്മൾ അതിന്റെ സാഹചര്യം അനുസരിച്ച് നമ്മൾ എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചിലപ്പോ ഒന്നിന് മനസ്സിലാക്കാതിരിക്കാനോ അല്ലെങ്കിൽ അതിലും മോശം നമ്മൾ തെറ്റിദ്ധരിക്കാനോ സാധ്യതയുണ്ട്. സോ നമുക്ക് ഒരു കാര്യം ആലോചിച്ചാൽ മതി. ഒരു പുതിയ ആളാണ് അവിടെ ഇരുന്നത്. ആ ഭക്തന്റെ സ്ഥാനത്ത് പുതിയ ആളാണ് ഇരിക്കട്ടെ. അദ്ദേഹം പറയുന്നു എനിക്ക് ജപിക്കുമ്പോൾ വലിയ ആനന്ദം കിട്ടുന്നത് പറയുന്നു. ദ്രൗപദി ഈ ഉത്തരം പറഞ്ഞിട്ടുണ്ടാവും? ഇല്ല അല്ലെ? ദ്രൗപദി പറഞ്ഞിട്ടുണ്ടാവും വളരെ സന്തോഷം, കൂടുതൽ ജപിക്കൂ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് അനുഗ്രഹിക്കുന്നു. ഈ അവസരത്തില് ഈ ശിഷ്യനോട് ഇങ്ങനെ പറഞ്ഞു എന്ന് വെച്ചാൽ ഇതിനർത്ഥം എന്താണ്? ഇതൊരു പുതിയ ഭക്തനല്ല. അദ്ദേഹം ജപിച്ച് വളരെ ഉന്നതമായ നിലയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അതിൽ നിന്ന് അടുത്ത പടിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഈ ഒരു സ്റ്റെപ്പ് കൊടുക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞിട്ട് ഗോപാലപ്പ് വളരെ ഒരു ഹൈ ലെവലിലുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അല്ലെ? അതിന് നമ്മൾ മറ്റൊരു രീതിയിൽ അതിന് നമ്മൾ കാണേണ്ട കാര്യം. ഹരേ കൃഷ്ണ. ഇത്ര നേരം നമുക്ക് നല്ല ക്ലാസ് എടുത്ത ഹിസ്റ്ററീസ് കാണാത്തതിന് സ്ഥാനത്തേക്ക് വന്നിട്ട് ഒരു 3 പ്രാവശ്യം എല്ലാവരും ഹരേ കൃഷ്ണ ആണെന്നുള്ളത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാമ രാം ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാം ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാം രാമ രാം ഹരേ ഹരേ. ആ കീർത്തനം ഉണ്ടാവും. അതിനുശേഷം സേവാദാരി ഹരേ കൃഷ്ണ.